അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ബിഗ് റൗണ്ട് ഓഫ് കൺഗ്രാലേഷൻസ് ആണ് എല്ലാവർക്കും. ഈ ഗ്രൂപ്പിൽ വന്ന എല്ലാവർക്കും, വിജയം നേടിയ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഹാർട്ടി കൺഗ്രാലേഷൻസ്. ലൈറ്റ് കുറവാണ് സാർ. ഏതാ കാണാൻ ലൈറ്റ് കുറവ്. അതെ, ഞാൻ ട്രാവലിംഗില്. ഓക്കെ, ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. പ്ലസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് പുറത്തേക്ക്. അപ്പം ആദ്യത്തെ ഒരു കാര്യം, കേരള മാർക്കറ്റ് ഇന്ന് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പം കണ്ടുവരുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം നല്ല ബിസിനസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കേരളത്തിൽ. ഒക്ടോബർ മാസം മാത്രമല്ല, ഒക്ടോബർ ഒരു ശ്രീലങ്ക ക്ലോസിംഗ് മാസമായിരുന്നു. അത്യാവശ്യം നല്ല ബിസിനസ് കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മാസം പ്രത്യേകിച്ച്, അതായത് നവംബർ മാസം ഇന്നലെ വരെ എനിക്കൊന്നു കേരള ഇറ്റ്സ് ഓൾമോസ്റ്റ് 10% ഗ്രോത്ത് കമ്പയർഡ് ടു ഒക്ടോബർ. സോ അതും ഒരു വലിയൊരു നേട്ടമാണ്. സാധാരണ ഒരു ഓഫർ കഴിയുമ്പോൾ, ഓഫർ തീരുന്ന മാസം നല്ല ബിസിനസ് വരും, പക്ഷെ അതിന്റെ അടുത്ത മാസം കുറവായിരിക്കും. ബട്ട് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ലൊരു ഗ്രോത്ത് ആണ്, നല്ലൊരു പോസിറ്റീവ് ട്രെൻഡ് ആണ്. ഓക്കെ, സോ പ്രത്യേകിച്ച് ഈ മാസം നവംബർ മാസം ബിസിനസ് ഒക്ടോബർ മാസത്തിനേക്കാളും നന്നായിട്ട് കൂടുതലാണ്. ഓൾമോസ്റ്റ് 10-15% കൂടുതലാണ് ഇപ്പം. അപ്പം അതിനും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ എഫേർട്ടാണ് ഈ ബിസിനസ് ഗ്രോത്തിന് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ശ്രീലങ്ക അത്ഭുതമായി നമ്മൾ ഒക്ടോബർ മാസം ക്ലോസ് ചെയ്തപ്പോൾ 5500 പേരാണ് ഓൾ ഇന്ത്യയിൽ ക്വാളിഫൈ ആയിരിക്കുന്നത്. എനിക്കൊന്ന് ക്ലോസ് ടു 200 മെമ്പേഴ്സ് ആണ് ഇന്ന് കേരളത്തിൽ ക്വാളിഫൈ ആയിരിക്കുന്നത്. അതും ഒരു ബിഗ് നമ്പറാണ്, ഒരു വലിയ നമ്പറാണ് ഇന്ന് കേരളത്തിൽ ക്വാളിഫൈ ആയിരിക്കുന്നത് വിദേശ യാത്രയിൽ. ഓക്കെ, പിന്നെന്താണ്, ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നു. അക്രോസ് ഓൾ ഇന്ത്യ ബിസിനസ് നല്ല ഗ്രോത്തിലാണ് ഈ മാസം. അപ്പം ശ്രീലങ്ക ക്വാളിഫൈ ആയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലെ കമ്പനി ഓരോ പ്രൊമോഷൻസ് കൊണ്ടുവരുമ്പോഴും എല്ലാവരും അതിൽ ക്വാളിഫൈ ചെയ്യുക. ശ്രീലങ്ക ക്വാളിഫൈ ആയവരോട് എനിക്ക് പറയാനുള്ള ഒറ്റൊരു കാര്യം, കോഡിലെ ഷിപ്പിൽ പോകുമ്പോൾ ഏറ്റവും മേളത്തെ ഡെക്കിൽ പോയി അവിടെ നിന്ന് നിങ്ങൾ സെൽഫി എടുത്ത്, ഈ പ്രൊമോഷൻ വരുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തികൾക്ക് ഈ സെൽഫി എടുത്തൊരു ഫോട്ടോ അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക ഇതൊക്കെ നേടിയിട്ടുണ്ട്, ഞാൻ അച്ചീവ് ചെയ്ത് വന്നെയാണ് ഈ കോഡിലെ ന്യൂസിലേക്ക് എന്നൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ, കഴിയുന്നതും എല്ലാ വ്യക്തികൾക്കും നിങ്ങളുടെ സെൽഫി ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുക്കുക. ഓക്കെ, മോദി കെയർ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് ഇന്ത്യയിൽ. ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ട് പ്ലാനുമാണ് മോദി കെയറിലുള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റിനോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ അപ്ലൈൻ അല്ലെങ്കിൽ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയോട് സംസാരിക്കുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, സിസ്റ്റം പഠിക്കുക. എൻ്റെ അപ്ലയൻസ് ഏത് രീതിയിലാണോ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പറയുന്നത് അതുപോലെ ചെയ്യുക. നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു വരുമാനം ഇവിടുന്ന് നേടാൻ പറ്റും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ടു ഓൾ ദി പീപ്പിൾ ആൻഡ് ബെസ്റ്റ് ഓഫ് ലക്ക്. നാളെ മന്ത് എൻഡ് ആണ്, സോ ഹാപ്പി ക്ലോസിംഗ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ month end, and all the best and wish you good luck for your title jump. Thank you and take care. Bye. Thank you. Thank you, Jinesh. Okay, thank you sir, thank you so much. സാറിൻ്റെ ഈ തിരക്കുള്ള സമയത്തും ഓൺ ദ വെയിലാണെങ്കിലും കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. വീണ്ടും ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ വന്ന് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. സാറ് പറഞ്ഞ കണക്കുകളൊക്കെ എല്ലാവരും കേട്ട് കാണുമല്ലോ അല്ലേ? എത്ര പേരാണ് ശ്രീലങ്ക ട്രിപ്പിൽ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മോദി കെയർ അവസരം? ഒരുപാട് ഗസ്റ്റുകൾ ഇന്നത്തെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ എന്താണ് മോദി കെയർ അവസരം? മോദി കെയർ അവസരത്തിലൂടെ എവിടം വരെയൊക്കെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു
പരിവർത്തൻ സെഷനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ സെഷൻ നമുക്ക് വേണ്ടി എടുത്തു തരുന്നത് ഒരു ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിസിനസ്സിൽ വന്നിട്ട്, ഒരു പെട്രോൾ പമ്പ് എംപ്ലോയിയിൽ നിന്ന് ബിസിനസ്സിൽ വന്ന് അവിടെ നിന്ന് നേടാവുന്ന എല്ലാ വരുമാനവും നേടിയെടുത്ത് മറ്റുള്ളവരെല്ലാം മുമ്പിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പദവിയിൽ എത്തുകയും വളരെ ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ട് വർഷങ്ങളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മോദിക്കർ ബിസിനസ് ചെയ്യുന്ന ഒരു ലീഡറാണ്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ ക്ഷണിക്കാൻ പോകുന്ന ഈ വ്യക്തി എൻ്റെ അപ്ലൈൻ കൂടിയാണെന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടർ ജോളി സേവ്യർ സാർ. വെൽക്കം ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ മഹത്തായ ഒരു അവസരം ഷെയർ ചെയ്യാൻ ക്ഷണിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ASM നമ്മുടെ ജിനീഷ് സാറ്, അപ്പൊ അതേമാതിരി എന്റെ പ്രിയപ്പെട്ട എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകര്, അതേമാതിരി തന്നെ പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും അതിഥികൾക്കും ആദ്യം എന്റെ നന്ദി അറിയിക്കട്ടെ. വളരെയധികം സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ഈ ഒരു ആശയം ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ. പിന്നെ ഞാനാക്കി മാറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഇതേമാതിരി പ്രബുദ്ധരായ സദസ്സിന് മുൻപിൽ രണ്ടുപേർ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് എല്ലാം ഈ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ്. തികച്ചും ഒരു ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന എന്നെ സ്വപ്നം കാണുന്നതിനും ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുന്നതിന് സഹായിച്ച മഹത്തായ ഒരു അവസരമാണ് മോദിക്കർ ഓപ്പർച്യൂണിറ്റി. നിരവധി വിദേശ രാജ്യങ്ങൾ, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ മോദിക്കറിലൂടെ സാധിച്ചു. ഒരു ലക്ഷറി കാറിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതേമാതിരി നിരവധി വേദികളിൽ എനിക്ക് അംഗീകാരം നേടാൻ കഴിഞ്ഞു. ലാഖ്പതി ഗ്രൂപ്പിൽ ഉൾപ്പെടാനായിട്ട് സാധിച്ചു. മോദിക്കർ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ആയിട്ടുള്ള ഗ്ലോബൽ റെഡ് ഡയമണ്ട് പൊസിഷൻ എത്താൻ സാധിച്ചു. ഇതെല്ലാം എനിക്ക് നേടിത്തന്നതിന് ജഗദീശ്വരനോടും സമീർ മോദി സാറിനോടും മോദിക്കറിനോടും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ടീംമേറ്റ്സിനോടും എൻ്റെ മോദിക്കർ ഫാമിലിയോടും നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഞാൻ താമസിക്കുന്നത് തമ്മനത്താണ്, എറണാകുളം തമ്മനത്താണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. നമുക്കൊരു സ്ക്രീനിന്റെ സഹായത്തോടു കൂടി മുൻപോട്ട് പോകാം. നമ്മുടെ ആരാധ്യനായ MD സമീർ മോദി സാറ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചിന്തകളെ മാറ്റാൻ, നിങ്ങൾ സ്വയം മാറാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തില് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിലെ എല്ലാ അത്ഭുതങ്ങളും ആദ്യം സംഭവിച്ചിട്ടുള്ളത് മനുഷ്യ മനസ്സുകളിലാണ്, അല്ലെ? ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഈ ഒരു സൂം മീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ് എല്ലാം ആദ്യം പല മനുഷ്യരുടെ മനസ്സുകളിലാണ് വന്നത്, സ്വപ്നങ്ങളിലാണ് വന്നത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എഫർട്ട് എടുത്തപ്പോഴാണ് ഈ ലോകം മനോഹരമായി മാറിയത്. ഇപ്പൊ എല്ലാം ആരംഭിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നാണ്. ഇത്രയും കാലം ഒരു സ്വപ്നം കാണാൻ ധൈര്യം ഇല്ലാതിരുന്ന വ്യക്തികളാണ് ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും സ്വപ്നം കാണാൻ പറ്റിയ കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി 100-ലധികം രാജ്യങ്ങളിൽ ഒരുപാട് സാധാരണക്കാരായ ആൾക്കാരെ വിജയിപ്പിച്ച, അതീവ സമ്പന്നരാക്കി മാറ്റിയ ആ മഹത്തായ അവസരത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട് കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങിയില്ല ഓമനെ, അല്ലെ? കവി പാടിയതാണ്. ഒരുപാട് സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ആ ചെറിയ വരുമാനമാണ് ആ സ്വപ്നം കാണുന്നതിൽ നമ്മൾ പിന്തിരിപ്പിക്കുന്നത്. ഒരു രീതിയിൽ വരുമാനം വരുമ്പോൾ പല വഴികളിലൂടെയാണ് നമുക്ക് ചെലവുകൾ വരുന്നത്. ലക്ഷറി കാറുകൾ, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, അംഗീകാരങ്ങൾ പലതും നമ്മുടെ സ്വപ്നത്തിലുണ്ടെങ്കിലും നമ്മുടെ വരുമാനം അതിനെ നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷെ വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനെല്ലാം ഒന്ന് പൊടിതട്ടിയെടുത്ത് അതെല്ലാം സാക്ഷാത്കരിക്കാൻ പറ്റിയ മഹത്തായ അവസരമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദഗ്ധർ പറയുന്നത് 4 രീതിയിലാണ് മനുഷ്യർ വരുമാനം ഉണ്ടാക്കുന്നത്. ഒന്ന്, ഒരു ജോലി ചെയ്യുന്നു, ഏതെങ്കിലും ഓണർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, എണ്ണിച്ചുട്ട പോലെ ശമ്പളം ലഭിക്കുന്നു. നെക്സ്റ്റ്, സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവര്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ലോയേഴ്സ്. അപ്പോൾ ഈ എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും അവരവരുടെ മാത്രം അധ്വാനത്തിൽ ജീവിക്കുന്നു. ജോലി ചെയ്യുമ്പോൾ വരുമാനം, എന്തൊരു അനിഷ്ട സംഭവം വന്നാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവരുടെ വരുമാനം നിൽക്കുന്നു. അവനവനെ മാത്രം ആശ്രയിച്ചുള്ള വരുമാനം, ആക്റ്റീവ് ഇൻകം മാത്രം. അതേസമയം വലതുവശത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സും. ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയായിട്ട് അവർ സമ്പാദിച്ച ആസ്തികൾ പണിയെടുക്കുന്നു. ബിസിനസ് ഓണേഴ്സിന് വേണ്ടി
അവരുടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. ശരിക്കും ലോകത്തിലെ സമ്പത്ത് മുഴുവൻ എൻജോയ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ഓണേഴ്സും ഇൻവെസ്റ്റേഴ്സും ആണ്. ജീവിതത്തിൽ സുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നവർ. എംപ്ലോയീസ് സെൽഫ് എംപ്ലോയീസിനും ലിമിറ്റഡ് ഇൻകം മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ അവിടെ ലിവറേജ് ഇല്ല, സ്കെയിൽ അപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്? ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്കും അല്ലെങ്കിൽ ബിസിനസ് ഓണർ കാറ്റഗറിയിലേക്കാണ്. ഇത്രയും കാലം വരെ സാധാരണക്കാരായ ആളുകൾക്ക് അവിടേക്ക് എത്താൻ ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനിക്ക് സന്തോഷിക്കാം. പത്രത്തിൽ ഏതൊരു സാധാരണ വ്യക്തിക്ക് വേണമെങ്കിലും ഒരു ബിസിനസ് ഓണർ ആകുന്നതിനും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആകുന്നതിനും പറ്റിയ മഹത്തായ അവസരത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഡയറക്ട് സെല്ലിംഗ് ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതിന് മുൻപായിട്ട് എന്താണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്? വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്താണ്? നമ്മളൊരു 100 രൂപ കൊടുത്തൊരു ഉൽപ്പന്നം ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഉൽപ്പന്നത്തിന് 100 രൂപയുടെ മൂല്യമുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. ഏകദേശം 35 രൂപയ്ക്ക് ഒരു കമ്പനി ഉണ്ടാക്കിയ ഉൽപ്പന്നമാണ് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സെലിബ്രിറ്റീസ് വരുന്നു. ഒരിക്കലും ഉപയോഗിക്കാത്ത ഉൽപ്പന്നങ്ങളെ പറ്റി അവർ വാദോരാതെ സംസാരിക്കുന്നു, നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. പരസ്യം നിയമാനുസൃതമായ നുണപ്രചരണമാണെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, ഹോൾസെയിലർ ഉണ്ട്, റീറ്റെയിലർ ആണ്. അങ്ങനെ ഓരോ 100 രൂപയ്ക്കും നമുക്ക് 65 രൂപ നഷ്ടം സംഭവിക്കുന്നു. ഓരോ 1000-ന് 65 രൂപ നഷ്ടം സംഭവിക്കുന്നു. 1 ലക്ഷം രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ 65,000 രൂപ നമുക്ക് നഷ്ടമായിരുന്നു. ഇത്രയും കാലം വരെ ഈ ഒരു ചൂഷണത്തിൽ നിന്നും മോചനം നേടാൻ അവസരം നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ മനോഹരമായ ഒരു അവസരം വന്നിരിക്കുന്നു. അതാണ് ഡയറക്ട് സെല്ലിംഗ്. ഇടനിലക്കാരെയും പരസ്യക്കാരെയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിലവാരമുള്ള മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ നേരിട്ട് ലഭിക്കുന്നതിനും ആ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഏതൊരു സാധാരണ വ്യക്തിക്ക് വേണമെങ്കിൽ പോലും ഒരു സംരംഭകനാകാനുള്ള മഹത്തായ ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഗുണനിലവാരമുള്ള മായമില്ലാത്ത നല്ല ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം, നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അപ്പൊ അതിനോടൊപ്പം തന്നെ ഏതൊരു സാധാരണക്കാരനും ഒരു ബിസിനസ് ഓണറായിട്ട് മാറുന്നതിനും ഡയറക്ട് സെല്ലിംഗ് നമ്മെ സഹായിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെയധികം പ്രത്യേകതകളാണ് ഏതൊരു സാധാരണക്കാരനും പ്രവർത്തിക്കാവുന്ന ഒരു മേഖലയാക്കി ഡയറക്ട് സെല്ലിങ്ങിനെ മാറ്റുന്നത്. നമുക്കിന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അതിനുവേണ്ട പ്രത്യേക സ്ഥലം വേണ്ട. അതുകൂടാതെ നമുക്കൊരു പാസീവ് ഇൻകം നമുക്ക് ഇത് ലഭിക്കുന്നുണ്ട്, സ്റ്റാഫിന് വയ്ക്കേണ്ട. അങ്ങനെ ഏത് സാധാരണ വ്യക്തിക്ക് പോലും ഒരു ബിസിനസ് ഓണറായിട്ട് മാറാൻ, സംരംഭകനാകാനായിട്ട് ഡയറക്ട് സെല്ലിംഗ് നമ്മളെ സഹായിക്കുന്നു. അതില് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കമ്പനി മോദി കെയർ ആണ്. നമുക്ക് വളരെയധികം അഭിമാനിക്കാം. കാരണം ഏറ്റവും മനോഹരമായ ഒരു പ്രൊഫൈലുള്ള കമ്പനിയാണ് മോദി കെയർ. ഇന്ത്യയിലെ ആദ്യത്തെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി. നമ്മൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ ആരംഭിച്ച കമ്പനി. 1933 മുതൽ നമ്മുടെ കമ്പനിയുണ്ട്. 1968 ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾക്ക് പത്മഭൂഷൺ അവാർഡ് വാങ്ങിയ ശ്രീ റായ് ബഹദൂർ ഗുജറാൾ മോദി, അദ്ദേഹത്തിന്റെ മകൻ KK മോദി. അങ്ങനെ ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കണം, ഏതൊരു സാധാരണക്കാരനും ഒരു സംരംഭകനാകാൻ സാധിക്കണം എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി KK മോദിയിൽ നിന്ന് സമീർ മോദി കെയർ നമുക്ക് നൽകി. ഇന്ന് ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ജീവിതം മാറ്റിമറിക്കാൻ, അവരുടെ ലൈഫിൽ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ മോദി കെയറിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം അഭിമാനിക്കാം. അദ്ദേഹത്തിന്റെ സ്വപ്നം ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 500 കമ്പനികളിലും ഒന്നാക്കി മോദി കെയറിനെ മാറ്റുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നത്തോടൊപ്പം നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു കമ്പനിക്കും അവകാശപ്പെടാൻ പറ്റാത്ത നിരവധി അച്ചീവ്മെന്റ്സ് ആണ് മോദി കെയറിനുള്ളത്. 1800 കോടി ടേൺ ഓവർ ഉണ്ട്. 5000 ടൗണുകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. ഓരോ ദിവസവും 10,000 പുതിയ വ്യക്തികളാണ് ഈ അവസരത്തിൽ കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു കാര്യം വളരെ അഭിമാനത്തോടുകൂടി പറയാം, വേറെ ഒരു കമ്പനിക്കും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ മാത്രമല്ല, ട്രഡീഷണൽ മേഖലയിൽ പോലും ഇല്ലാത്ത വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളാണ് മോദി കെയർ നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകുന്നത്. ഒരുപക്ഷെ നമ്മൾ സ്നേഹിക്കുന്ന, ഇമോഷണലി നമ്മളെ കണക്റ്റഡ് ആക്കുന്ന, പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉപയോഗിക്കാവുന്ന നിരവധിയായ ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് നൽകുന്നു. ഈ ഉൽപ്പന്നങ്ങളിൽ നമുക്ക് സൗജന്യ വിദേശയാത്രകളുണ്ട്, നമ്മളെ ലക്ഷറി കാറുണ്ട്. നമ്മൾ സ്വപ്നങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മഹത്തായ ഉൽപ്പന്നങ്ങളുടെ ഒരു നിര തന്നെ മോദി കെയർ നമുക്കായി നൽകിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മഹത്തായ ഒരു ആശയം, ഇത്രയും കാലം വരെ നമ്മൾ വാങ്ങിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ മാറ്റി, ആ ഷോപ്പൊന്ന് മാറ്റി മോദി കെയറിലേക്ക് മാറുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു രീതിയിൽ വരുമാനമാണ് നമുക്ക് ലഭിക്കുന്നത്, പല രീതിയിലാണ് ചെലവുകൾ. ഇവിടെ നമ്മൾ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് തരുന്നതിന് വേണ്ടി വ്യത്യസ്തമായ
12 രീതിയിലുള്ള വരുമാനങ്ങൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ ഏതൊരു സാധാരണ വ്യക്തിക്ക് പോലും മോദി കെയറിലൂടെ അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നു. 12 തരത്തിലാണ് നമുക്ക് കമ്പനി വരുമാനം തരുന്നത്. മോദി കെയറിന്റെ ഏറ്റവും യൂണിക് സെല്ലിംഗ് പോയിന്റ്, ഹോട്ട് ബട്ടൺ എന്ന് പറയുന്നത് മോദി കെയറിന്റെ ലോയൽറ്റി പ്രോഗ്രാമാണ്. അതായത് എത്രയോ വർഷങ്ങളായി എത്രയോ കമ്പനികൾ ഉൽപ്പന്നങ്ങൾ ഷോപ്പുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചു. പക്ഷെ അവിടെ നിന്ന് ലഭിക്കാത്ത മനോഹരമായ ഒരു ഓഫറാണ് മോദി കെയറിന്റെ ലോയൽറ്റി പ്രോഗ്രാം. അതായത് സ്ഥിരമായിട്ട് ഉൽപ്പന്നങ്ങൾ മോദി കെയറിന് വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ കമ്പനിയുടെ ലോയൽ കസ്റ്റമേഴ്സ് ആയിട്ട് കണക്കാക്കിയിട്ട്, പ്രീമിയം കസ്റ്റമേഴ്സ് ആയിട്ട് കണക്കാക്കിയിട്ട് 1 വർഷം 3 മാസത്തെ ഉൽപ്പന്നം തികച്ചും സൗജന്യമായിട്ട് നൽകാൻ അത് മോദി കെയർ മാത്രമേ സാധിക്കൂ. 1800 രൂപയ്ക്ക് മേൽ ഉൽപ്പന്നം വാങ്ങുന്നവരെ കമ്പനിയുടെ ലോയൽറ്റി കസ്റ്റമേഴ്സ് ആയിട്ട് കണക്കാക്കുന്നു. ഒരു കണക്ക് പ്രകാരം ഒരു 7000 രൂപ ഉൽപ്പന്നങ്ങൾ സ്വന്തം ഉപയോഗത്തിനും ഷെയറിങ്ങിനുമായി നമ്മൾ വാങ്ങിച്ചാൽ 1 വർഷം 21,000 രൂപ വരെ ഉൽപ്പന്നങ്ങൾ തരാൻ കമ്പനി തയ്യാറാണ്. മനോഹരമായ ഒരു ഓഫർ. അപ്പൊ അതിനോടൊപ്പം നമുക്ക് ലഭിക്കാവുന്ന മറ്റൊരു ഓഫർ ഇവിടെ പറയുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന വഴിയായിട്ട് പിൻ ടു പ്ലെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് മിക്സിയും അതേമാതിരി ഇലക്ട്രിക് കെറ്റിലും അതേമാതിരി ട്രോളി ബാഗും ബെഡ്ഷീറ്റ്സും ട്രാവൽ ബാഗും എന്നുവേണ്ട ബ്ലൂടൂത്ത് സ്പീക്കർ ഉൾപ്പെടെയുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ തികച്ചും സൗജന്യമായിട്ട് മോദി കെയറിന്റെ ലോയൽറ്റി പ്രോഗ്രാമിലൂടെ സ്വന്തമാക്കാനുള്ള അവസരം കൂടി കമ്പനി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ നമ്മൾ ഇവിടെ ഒരു കണക്ക് പ്രകാരം ഒരു 3000 രൂപ ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുന്ന സാഹചര്യത്തിൽ ആ 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾക്കൊപ്പം ഏതാണ്ട് 1755 രൂപയുടെ ബെനിഫിറ്റ്സ് കൂടി കിട്ടുന്ന രീതിയിലാണ് കസ്റ്റമർ കമ്പനി ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വീട്ടിലെ ചെലവുകൾ പകുതിയിൽ താഴെയാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഉൽപ്പന്നങ്ങൾ ജസ്റ്റ് ബ്രാൻഡ് മാറ്റി ഉപയോഗിക്കുന്നതിലൂടെ. അപ്പൊ അതുകൂടാതെ ഇന്ന് നമുക്കറിയാം നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഒരു ടെക്നോളജി യുഗത്തിലാണ്, അല്ലെ? ആമസോണും ഫ്ലിപ്കാർട്ടും അങ്ങനെ നിരവധിയായ കമ്പനികൾ ലക്ഷങ്ങളുടെയും കോടികളെയും ബിസിനസ് ചെയ്യുമ്പോൾ ഇന്ന് ഏതൊരു സാധാരണക്കാരന് വേണമെങ്കിലും ടെക്നോളജിയുടെ സഹായത്തോടു കൂടി, ഒരു സ്മാർട്ട് ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും സഹായത്തോടു കൂടി നമുക്കും ഒരു ഓൺലൈൻ ഷോപ്പ് ആരംഭിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ മോദിക്ക് അതുല്യമായ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന അവസരമാണ് കമ്പനി നമുക്ക് നൽകുന്നത് മൈ മോദി കെയർ ഷോപ്പിലൂടെ. ഓർഡറിങ്ങും ഡെലിവറിയും അതേമാതിരി പേയ്മെന്റ് എല്ലാം കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതേമാതിരി അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് എല്ലാ മാസവും കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നു. അതുകൂടാതെ 2000 മേലുള്ള എല്ലാ പർച്ചേസിനും തികച്ചും സൗജന്യമായിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഉൽപ്പന്നങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഇത് മനോഹരമായ ഒരു അവസരമാണ്, ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. ഇവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ മൈ മോദി കെയർ ഷോപ്പിലൂടെ ഒരു 4 കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ട്, അത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ട് 5350 രൂപ വരെ വാങ്ങുന്നതിനുള്ള ഒരു അവസരം കമ്പനി ഇവിടെ നൽകുന്നുണ്ട്. ഫാസ്റ്റ് ആർട്ട് അച്ചീവ്മെന്റ് എന്നുള്ള ഒരു റെക്കഗ്നീഷൻ കമ്പനി നൽകുന്നുണ്ട്. കൂടുതൽ വിശദവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയായിട്ട് ഇനി നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് കണക്കുകളെല്ലാം പുതിയ ആളുകൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അതുകൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബിസിനസ് ഒരു വിൻ വിൻ സിറ്റുവേഷനാണ്. നമ്മൾ കൂടെ വരുന്ന ആളുകളെ സഹായിച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ നന്മകൾ അവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവരെ വിജയിപ്പിച്ചുകൊണ്ടാണ് ഈ ബിസിനസ്സിൽ നമ്മൾ വിജയിക്കുന്നത്. ഇവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ട്. കൂടെ വരുന്ന ആളുകളെ സഹായിച്ച് അവർക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതുവഴി നമ്മളും വലിയ സ്വപ്നങ്ങൾ നേടുന്നു. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോദി കെയറിന് ഏറ്റവും വലിയ ഫോർമുല. മോദി കെയർ നമുക്ക് നൽകുന്നു വരുമാനം മാത്രമല്ല, നമ്മുടെ ജീവിത സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് മോദി കെയർ നമുക്ക് നൽകുന്നത്. വളരെ അഭിമാനത്തോടു കൂടി സന്തോഷപൂർവ്വം അറിയിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൺസൾട്ടൻസിനെ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയിട്ടുള്ള കമ്പനി വേറെ ഒന്നുമല്ല, അത് മോദി കെയറാണ്. ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ കാർ അച്ചീവേഴ്സ് ആക്കി മാറ്റിയിട്ടുള്ള കമ്പനി അതും വേറെ കമ്പനിയിൽ, അതും മോദി കെയറും. നിരവധിയായ വ്യക്തികൾ, ഞാൻ ഉൾപ്പെടെ മോദി കെയറിലെ ഹൗസ് ഫണ്ടിലൂടെ നല്ല ലക്ഷറി ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നു. അങ്ങനെ വരുമാനത്തോടൊപ്പം നമ്മളെ ഒരു സ്റ്റാറാക്കി മാറ്റുക കൂടിയാണ് കമ്പനി നമുക്ക് തരുന്നത്. അതുകൂടാതെ ഏതൊരു പൊട്ടനെയും പൊട്ടൻഷ്യൽ ആക്കുന്ന, ഏതൊരു മണ്ടനെയും ഡയമണ്ട് ആക്കുന്ന മനോഹരമായ ട്രെയിനിങ് സിസ്റ്റം, സക്സസ് പ്രിൻസിപ്പൽ ബൈ മോദി കെയർ എന്നുള്ള രീതിയിൽ നിരവധിയായ വ്യക്തികളെ കോച്ചുകളും ട്രെയിനേഴ്സ് ആക്കി മാറ്റാൻ ഏറ്റവും മികച്ച ട്രെയിനിങ് സിസ്റ്റമാണ് മോദി കെയറിനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തില് നല്ലൊരു പ്രൊഫൈലുമായിട്ട് ഇത്തരം റേഞ്ച് ഓഫ് പ്രോഡക്ട്സുമായിട്ട്, അതും ഏത് സാധാരണക്കാരനും താങ്ങാവുന്ന വിലയിൽ ഇന്ത്യ മുഴുവൻ ഓഫീസുകളും ഓൺലൈൻ സൗകര്യങ്ങളുമായിട്ട് ഇതേപോലെ ഒരു അവസരം മോദി കെയർ അല്ലെങ്കിൽ വേറെ എന്ത് എന്നുള്ളത് നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പൊ അതുകൂടാതെ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളില്ലെങ്കിൽ, നിങ്ങൾക്ക് വലിയ ഗോളുകളില്ലെങ്കിൽ, ഗോളിലുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടി വരും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ തന്നെയല്ല പ്രവർത്തിക്കേണ്ടത്. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു അവസരം
അതുകൂടാതെ ഈ ഒരു അവസരം എപ്പോഴാണ് തുടങ്ങേണ്ടത്? നമ്മൾ കേട്ട് കാണും, ഒരു മരം നടാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എപ്പോഴായിരുന്നു? 10 വർഷം മുൻപായിരുന്നു. ഇനി ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? ഇപ്പോഴാണ്. എന്ന് പറയുന്ന പോലെ തന്നെ സമയവും തിരമാലയും ആരെയും കാത്തു നിൽക്കാറുണ്ട്. നമ്മുടെ ജീവിത സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ ഒരു ഓപ്പർച്യൂണിറ്റി തിരഞ്ഞെടുക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ജീവിത വിജയം നേടിയ വലിയ വലിയ വ്യക്തികളുടെ നിരയിലേക്ക് നിങ്ങൾ എല്ലാവരും ഉയരട്ടെ. ഇപ്പൊ എന്തായാലും ഈ ഒരു അവസരം ഷെയർ ചെയ്യാൻ സാധിച്ച ഒരിക്കൽ കൂടി എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും മാനേജ്മെന്റ് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ മോദിക്കുള്ള ആശംസ നിർത്തുന്നു. ജോളി സേവ്യർ സൈനിങ് ഔട്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജോളി സാർ. ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്ന ജോളി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ജോളി സാറിന്റെ ആ ഒരു സപ്പോർട്ട് നമ്മുടെ ടീമിലെല്ലാം വളരെ ശക്തമായിട്ടുണ്ട്. അതുകൂടി നിങ്ങളെ ജസ്റ്റ് ഒന്ന് പറയണേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജോളി സാർ എൻ്റെ ഒരു സ്പോൺസർ കൂടിയാണ്, അപ്ലൈൻ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് കിടക്കാം. നമ്മുടെ ഈ പരിവർത്തൻ പ്രസന്റേഷനിൽ നമ്മൾ കേട്ടു മോദി കെയറിന്റെ പ്രൊഡക്റ്റ് റേഞ്ചിനെ പറ്റി. ലോകത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണ് മോദി കെയർ കമ്പനി നമുക്ക് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഓരോ മാസവും പുതിയ പുതിയ പ്രൊഡക്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ ബാക്ക് ബോൺ, നട്ടെല്ല്, കമ്പനി അടിത്തറ എന്ന് പറയുന്നത് കമ്പനിയുടെ ഈ ക്വാളിറ്റി റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകളാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മാസം വരുന്ന പ്രൊഡക്റ്റുകളെ പറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ വരുന്ന പ്രൊഡക്റ്റുകളെ പറ്റി മോദി കെയറിലുള്ള എല്ലാ കൺസൾട്ടൻസിനെയും അറിയിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്തും കറക്ഷൻസ് തരിക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഇങ്ങനെ വളരെ ശക്തമായ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി നമ്മുടെ കമ്പനി മാനേജ്മെന്റിലുണ്ട്. അത് മറ്റാരുമല്ല, കമ്പനിയുടെ പ്രൊഡക്റ്റ് ട്രെയിനർ ആയിരിക്കുന്ന ജോമേഷ് സാറാണ്. ഈ സെഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജോമേഷ് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ. സിബി സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ജോളി സാറ് നമ്മളോട് എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായി പറഞ്ഞു തന്നു. റിജിൽ സാറ് നമുക്ക് ഇൻസൈറ്റ്സ് തന്നു. ഇനി നമുക്ക് പ്രോഡക്റ്റും അതിന്റെ പ്രാധാന്യവും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കമ്പനിയുടെ നട്ടെല്ല് പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റിലൂടെയാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബാക്ക് ബോൺ. നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാവിധ വരുമാനങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത്രയും വിശാലമായിട്ടുള്ള മഹത്വരമായിട്ടുള്ള ഒരു അവസരം നൽകുന്ന കമ്പനിയാണ് മോദി കെയർ. അപ്പൊ അതിന് പ്രോഡക്റ്റിന് അതിന്റെ പ്രാധാന്യമുണ്ട്. പ്രോഡക്റ്റിലൂടെയാണ് നമുക്ക് വിജയം നേടാൻ പറ്റുക. പ്രോഡക്റ്റ് നോളജും അതിന് വളരെ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ബ്രീഫായിട്ട് നമ്മുടെ മേജർ കാറ്റഗറീസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമുക്ക് 14 കാറ്റഗറിയിലധികം പ്രോഡക്ട്സ് നമുക്കുണ്ട്. 600-ൽ പരം SKUs നമുക്ക് മോദി കെയറിൽ നിന്നുണ്ട്. ഈ പ്രോഡക്റ്റ്, ഈ കാറ്റഗറി ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ നമ്മുടെ ബിസിനസിനെ ബിൽഡ് ചെയ്യേണ്ടത്. നമുക്ക് വീടും അതുപോലെ തന്നെ വീട്ടു സാമഗ്രികളൊക്കെ വൃത്തിയാക്കി വെക്കാൻ സഹായിക്കുന്ന ഹോം കെയർ പ്രോഡക്ട്സ് നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ തുണിത്തരങ്ങളുടെ ഈട് നിലനിർത്താൻ സഹായിക്കുന്ന, അവയുടെ ഡ്യൂറബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന, അവയെ സോഫ്റ്റും ക്ലീനും ആക്കി വെക്കാൻ സഹായിക്കുന്ന ലോണ്ട്രി കെയർ പ്രോഡക്ട്സ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു തെങ്ങോ ഒരു മാവോ ഒരു പ്ലാവോ ഒന്നും ഇല്ലാത്ത ഒരു മലയാളിയുടെ വീടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ അതിനെ സംരക്ഷിക്കുന്നതിന്, നമ്മുടെ കൃഷിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണ്ട്. നമ്മുടെ സ്വപ്നമാണ് ഒരു വാഹനം. അത് നമുക്കൊരു 2 വീൽ ആവാം, 4 വീൽ ആവാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പം അതിനെ സംരക്ഷിക്കാൻ നമ്മുടെ വാഹനങ്ങളെ വൃത്തിയാക്കാനും അവയുടെ ഷൈനിങ് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഓട്ടോ കെയർ പ്രോഡക്ട്സ് നമുക്കുണ്ട്. വ്യക്തി ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പേസ്റ്റ്, സോപ്പ്, ബ്രഷ് അങ്ങനെയുള്ള പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് നമുക്കുണ്ട്. നമ്മുടെ സ്കിന്നിനെ മനോഹരമായിട്ട് നിലനിർത്താനും ഏജിങ് പ്രതിരോധിക്കുന്നതിനും സ്കിന്നിന്റെ കാന്തിയും ആ അഴകുമൊക്കെ നിലനിർത്തി നല്ല യുവത്വമുള്ള ചൈതന്യം തുളുമ്പുന്ന സ്കിൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവൈൻ സെഗ്മെന്റിൽ നമുക്ക് അഗർബത്തി ഉണ്ട്. അതുപോലെ ഏതൊരു വ്യക്തിയുടെയും പേഴ്സണാലിറ്റി മാറ്റുകൂട്ടാനായിട്ട്, അവരുടെ അപ്പിയറൻസിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫീച്ചേഴ്സിനെ ഒന്നും കൂടി പ്രൊജക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളർ കോസ്മെറ്റിക് പ്രോഡക്ട്സ് നമുക്കുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് സ്വാദൂർന്ന രുചിയിൽ
വളരെ ആരോഗ്യപരമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് ആൻഡ് ബിവറേജസ് സെഗ്മെന്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ജ്വല്ലറി സെഗ്മെന്റ് ഉണ്ട്, അമൂലി എന്നറിയപ്പെടുന്ന ജ്വല്ലറി സെഗ്മെന്റ് ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. കൂടാതെ ഏറ്റവും കോറായിട്ട് ഓരോ വ്യക്തിക്കും ആരോഗ്യമാണ് സർവ്വനാൽ പ്രധാനം എന്ന് നമുക്ക് ഇന്ന് തിരിച്ചറിവുണ്ട്. അപ്പം ഇല്ലസിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെൽനെസ് ആണ് ആവശ്യം. നമ്മുടെ വെൽബീയിങ്, ഫിസിക്കൽ മെന്റൽ വെൽബീയിങ്ങിന് സഹായിക്കുന്ന വെൽനെസ് സെഗ്മെന്റ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഫൗണ്ടേഷൻ റേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഡൈജസ്റ്റീവ് സെഗ്മെന്റ് ഉണ്ട്. വിഗർ ആൻഡ് വൈറ്റാലിറ്റി സെഗ്മെന്റ് ഉണ്ട് വെൽനെസ്സിൽ തന്നെ. ഇമ്മ്യൂണിറ്റി സെഗ്മെന്റ് ഉണ്ട്, കിഡ്സ് കെയർ ഉണ്ട്, വിമൻസ് കെയർ ഉണ്ട്, മെൻസ് കെയർ ഉണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സെഗ്മെന്റ് പ്രോഡക്റ്റ് നമുക്ക് വെൽനസ് കാറ്റഗറിയുണ്ട്. ഓരോ വ്യക്തിക്കും അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് ഉതകുന്ന ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്ന പ്രോഡക്ട്സ് നമുക്ക് വെൽനസ് സെഗ്മെന്റ് ഉണ്ട്. ഇങ്ങനെ 14 പരം കാറ്റഗറിയിലൂടെ നമുക്ക് നമ്മുടെ ബിസിനസ് ബിൽഡ് ചെയ്യാം. ഈ ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് നമ്മൾ ആദ്യം ഉപയോഗിച്ച് തുടങ്ങുക. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു ത്വര നമുക്ക് വരും. അതിനുവേണ്ടി നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ലഭിക്കുന്ന ഉപയോഗിച്ച് നേടിയ നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ എക്സ്പെർട്ടൈസ് അറിവും കൂടെ ചേരുമ്പോൾ നമുക്ക് ആ ബിസിനസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടീം ഡെവലപ്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഷെയറിംഗിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ടീം ഡെവലപ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ബിസിനസിനെ ബിൽഡ് ചെയ്യേണ്ടത്. അതിനുതകുന്ന പ്രോഡക്ട്സ് നമുക്കുണ്ട്. ഇനി പ്രോഡക്റ്റിനെ പറ്റി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും 14 കാറ്റഗറി പ്രോഡക്ട്സും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇന്ത്യൻ പ്രോഡക്റ്റ് ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ മിതമായ വിലയ്ക്ക് നൽകുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ. ഏതൊരു ബ്രാൻഡിനെയും കിടപിടിക്കുന്ന, ഏതൊരു ബ്രാൻഡിന്റെ ഫീച്ചേഴ്സിനെയും ഇൻഗ്രീഡിയൻസിനെയും കിടപിടിക്കുന്ന, എന്നാൽ താരതമ്യേന ഏറ്റവും മിതമായ രീതിയിൽ കൊടുക്കുന്ന പൈസയ്ക്ക് ശരിയായ മൂല്യം തരുന്ന പ്രോഡക്ട്സ് ആണ് മോദി കെയറിനുള്ളത്. അതും 100% ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഇവിടെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി? 30 ദിവസം സമയമുണ്ട്. 25% വരെ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് തിരികെ നൽകാം. അതാണ് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. അത് നമ്മുടെ കമ്പനിയുടെ പ്രിയങ്കരനായിട്ടുള്ള MD ശ്രീ സമീർ മോദി സാറിന്റെ കയ്യൊപ്പോടുകൂടി ഓരോ പ്രോഡക്റ്റിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടിയാണ് നമുക്ക് ലഭിക്കുക. അത് നമുക്ക് തൊട്ടടുത്തുള്ള MLC-യിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു എലമെന്റ് അതിലുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്ത് പൈസ തിരികെ നേടാം. അതുപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റ് സെഗ്മെന്റിനെയും ബ്രാൻഡിനെയും കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രൈസിങ്, അത് നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെയും ഈ പ്രോഡക്റ്റുമായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നൽകും. 600-ൽ പരം പ്രോഡക്റ്റ് SKUs നമുക്ക് 14 കാറ്റഗറികളായിട്ട് നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഏത് സെഗ്മെന്റ് ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാം. അതുപോലെ വെൽനസ് പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സൈവേദി പ്രോഡക്ട്സ് ആണ്. സയൻസിന്റെയും ആയുർവേദത്തിന്റെയും ഒരു യുണീക് കോമ്പിനേഷൻ ആണ്. ഹോം കെയർ പ്രോഡക്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ പ്രോഡക്റ്റും ബയോഡിഗ്രേഡബിൾ ആണ്. പ്രകൃതിക്കോ മനുഷ്യനോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല, അതിലെ ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതുപോലെ ഏതൊരു പ്രോഡക്റ്റും വളരെ ലളിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഹോം കെയർ പ്രോഡക്റ്റിലോ അതുപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സിലോ ഇല്ല. വളരെ ഇക്കണോമിക്കലായിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് ശരിയായ മൂല്യം നേടിത്തന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഇത്രമാത്രം ഗുണങ്ങൾ ലഭിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് മോദി കെയറിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക എന്നതിൽ നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗപ്പെടുത്തുക, ഈ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി ഉപയോഗപ്പെടുത്തുക, ജോളി സാറ് പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയെ വിശാലമായിട്ടുള്ള ഏതൊരു വ്യക്തിയെയും മാറ്റിമറിക്കാൻ സാധിക്കുന്ന, ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാൻ സഹായിക്കുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ്. വിജയം നിങ്ങളുടെ കൈകളിലാണ്. അതിനുവേണ്ടി മാറ്റിവെക്കുന്ന ഒരു കുറച്ച് സമയം, ഒരു ദിവസമാവാം, ഒരാഴ്ചയിൽ ഒരു ദിവസമാവാം, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറാവാം, അല്ലെങ്കിൽ ഒരു മാസം ഒരു ദിവസമാകാം. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ബിസിനസ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിന് ഈ പ്രോഡക്ട്സ് കാറ്റഗറി നിങ്ങളെ
സഹായിക്കും. ഏതൊരു വ്യക്തിക്കും നട്ടെല്ല് നിവർത്തി നിന്ന് കോൺഫിഡൻസോടുകൂടി ആധികാരികമായിട്ട് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പഠിച്ച് മനസ്സിലാക്കി പറയാൻ സാധിക്കും. വിജയം നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി മാറിയ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓവർ ടു താങ്ക് യു സർ. താങ്ക് യു ജോമേഷ് സാർ. നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ, പ്രോഡക്റ്റ് സെഷൻ, അതിന്റെ കാറ്റഗറി എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തന്നു. നമുക്കറിയാം ഇതൊരു ടൈം ഷെഡ്യൂളിൽ പോകുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു ജോമേഷ് സാർ. ജോമേഷ് സാറിന്റെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ട്. അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുന്നു. വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സെഷനാണ്. നമ്മുടെ കേരള മോദി കെയർ സ്കെയിൽ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡാറ്റകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അച്ചീവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ശ്രീലങ്ക ട്രിപ്പിൽ ആരൊക്കെയാണുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു സെഷനിലേക്ക് നമ്മൾ പോകുന്നു. ഈ സെഷൻ നമുക്ക് വേണ്ടി എടുത്തു തരുന്നത് കമ്പനി മാനേജ്മെന്റ് ടീമിലെ ഒരു സ്പെഷ്യൽ പേഴ്സണാലിറ്റിയാണ്. കമ്പനിയുടെ ASM ആയിരിക്കുന്ന ജിനി സാറാണ് നമുക്ക് വേണ്ടി ഇത് എടുത്തു തരുന്നത്. ജിനി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. നമുക്കറിയാം അദ്ദേഹം മോദി കെയറിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഡിസൈനിങ്, അതിന്റെ ആ ഫയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ മനോഹരമായ ഒരു കോർഡിനേഷൻ, മറ്റെല്ലാ കാര്യത്തിലും വളരെ ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ ശ്രീലങ്ക ട്രിപ്പിന്റെ ആ അച്ചീവേഴ്സിനെ കാണുമ്പോൾ, ആ സ്ലൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അത് സാർ ചെയ്തിരിക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ ജിനി സാറിന്റെ ആ ഒരു എഫിഷ്യൻസി ആണെന്ന് തന്നെ പറയാം. നേരത്തെ പറഞ്ഞതുപോലെ സ്പോർട്സിന്റെ മേഖലയിലാണെങ്കിലും മ്യൂസിക്കിന്റെ മേഖലയിലാണെങ്കിലും അദ്ദേഹം ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ പങ്കെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഈ സെഷൻ നമുക്ക് വേണ്ടി എടുത്തു തരുന്നതിനായിട്ട് ഞാൻ വളരെ റെസ്പെക്ടോടുകൂടി ക്ഷണിക്കുന്നു. ജിനി സാർ, വെൽക്കം. താങ്ക് യു മിസ്റ്റർ സിബി ജോസഫ്. ഒരുപാട് സന്തോഷം. വളരെ ഭംഗിയായിട്ട് സിബി സെഷൻ ഹാൻഡിൽ ചെയ്തു. താങ്ക്സ് റിജിൽ സാർ ഫോർ യുവർ കൈൻഡ് പാർട്ടിസിപ്പേഷൻ. ഓൾസോ ജോളി സാർ വളരെ ഭംഗിയായിട്ട് ഒരു പുതിയൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ബിസിനസ് അവസരം മനസ്സിലാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. സോ ബിഗ് സല്യൂട്ട് ടു യു. ഒപ്പം നമുക്കറിയാം ജോമേഷ് നല്ല രൂപത്തിൽ പ്രൊഡക്റ്റിന്റെ ഒരു ഉൾക്കാഴ്ച, എന്തിനാണ് ഒരു വ്യക്തി മോദി കെയറിന്റെ ബ്രാൻഡ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യം വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു ഫോർ. സോ ഈ ഒരു സെഷൻ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത സിബി പറഞ്ഞെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസത്തെ ടൈറ്റിൽ ജംപ്സിനെ ഒക്കെയാണ് നമ്മൾ ഈ മാസം മുതൽ റെക്കഗ്നൈസ് ചെയ്യുന്നത്. സെപ്റ്റംബർ മാസത്തെ ടൈറ്റിൽ ജമ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കഗ്നേഷൻ ഇല്ല, കാരണം ഈ മാസം തുടങ്ങുന്നത്. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാനൊന്ന് ഒരു ഗ്ലിംസ് പറയാം. പുതിയ വ്യക്തികൾ ഉണ്ടാവും, അവര് ചിലപ്പോൾ മനസ്സിലായി കാണും, ചിലപ്പോൾ മനസ്സിലായി കാണില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ മോദി കെയർ എന്താന്നുള്ളത് ഒരു 1-2 മിനിറ്റ് കൊണ്ട് സംസാരിക്കാം. നമ്മളെല്ലാവരും എന്തിനും ജീവിക്കും ചോദിക്കുന്നതിനുള്ള ഉത്തരം ഇതാണ്. നമ്മുടെയൊക്കെ കർത്തവ്യങ്ങൾ നിറവേറ്റുവാനാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നു, നമ്മളെ വിശ്വസിച്ച് കൂടെ വന്ന ഭാര്യ ഭർത്താക്കളെ നമ്മൾ നോക്കുന്നു, നമ്മൾ മൂലം ജന്മം നൽകിയ നമ്മുടെ മക്കളെ നമ്മൾ സംരക്ഷിക്കണം, നമ്മുടെ കൂടപ്പിറപ്പുകൾ, അയൽവാസി സമൂഹം, ഇതാണ് നമ്മുടെ കർത്തവ്യം. ഈ കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നമ്മുടെ കയ്യിൽ 2 കാര്യങ്ങൾ വേണം. ആരോഗ്യമാണ്, ഒന്ന് സമ്പാദ്യമാണ്. ആരോഗ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രൂപത്തിൽ എക്സസൈസ് ചെയ്യേണ്ടത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മൾ പൂർണ്ണ വിശ്രമം കൊടുക്കേണ്ടത്, ഒപ്പം നമ്മുടെ ശരീരത്തിന് നല്ല രൂപത്തിലുള്ള പോഷകങ്ങൾ ഭക്ഷണത്തിൽ കൂടിയും അല്ലാതെയും നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ ആരോഗ്യം നമുക്ക് ഈ രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത് നമുക്ക് വേണ്ടത് സമ്പാദ്യമാണ്. സമ്പാദ്യം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് ഒരു വ്യക്തി ഒന്നുകിൽ ബിസിനസ് അല്ലെങ്കിൽ ജോലി ഏറ്റെടുക്കുന്നത്. ഈ ലോകത്ത് ഇന്ന് സമ്പാദ്യം ഉണ്ടാക്കാൻ 2 വഴികൾ, ഒന്നുകിൽ സേവനം ചെയ്യണം അല്ലെങ്കിൽ കർത്തവ്യം ചെയ്യണം. ഒന്നുകിൽ സേവനം ചെയ്യണം, അല്ലെങ്കിൽ വ്യാപാരം ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ജോലി ഒരിക്കൽ ഒരുപക്ഷെ ബിസിനസ് ആയിരിക്കാം, ഒരുപക്ഷെ ജോലി ആയിരിക്കാം. ഈ 2 കാര്യത്തിലും അവന് വേണ്ടുന്ന സമ്പാദ്യത്തിൽ അവന്റെ ചെലവ് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു സേവനം, ഒരു സമ്പാദ്യമായിട്ട് കയ്യിൽ ഇല്ലാതിരിക്കുമ്പോൾ സ്വപ്നങ്ങളും ആഗ്രഹങ്ങൾക്കും പുറത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ സ്വപ്നങ്ങൾ എപ്പോഴും ബാക്കിയാവും. അപ്പൊ വീണ്ടും അവന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാത്ത സാഹചര്യത്തിൽ അവൻ എപ്പോഴും അധിക വരുമാനത്തിനെ കുറിച്ച് ആലോചിക്കും. ഈ അധിക വരുമാനത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് ലോകത്ത് എല്ലാ വിജയിച്ച ആളുകളും, എല്ലാ റൈറ്റേഴ്സും, എല്ലാ ഫൗണ്ടേഴ്സും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന ജോലിയോടൊപ്പം ബിസിനസ്സോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഇന്ന് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുൻ പരിചയമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കയ്യിലെ ഇൻവെസ്റ്റ്മെന്റോ ഒന്നുമില്ലാതെ ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാകാം എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രി ഇത്രയും പോപ്പുലാരിറ്റി ആക്കുന്നത്. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് നെറ്റ്വർക്ക് ഇൻഡസ്ട്രി പരിചയപ്പെടുത്തിയ കമ്പനിയാണ് മോദി കെയർ ലിമിറ്റഡ്. ഇപ്പോ IDSAന്റെ കീഴിലാണ് മോദി കെയർ വർക്ക് ചെയ്യുന്നത്.
ഇന്ന് മോദി കെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ അവരുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു കമ്പനികളുടെ കൈവശമില്ലാത്ത ട്രഡീഷണൽ കമ്പനികളോ ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന കമ്പനിയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ചെയ്ത ഒരു കമ്പനിയുടെ കൈവശം ഇല്ലാത്ത അത്രയും 17ഓളം കാറ്റഗറീസ് മോദി കെയർ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതും ഒരു കമ്പനി ഇതുവരെ പറയാത്തൊരു കാര്യം. വാങ്ങിച്ച ഒരു ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ അതിന്റെ 25% ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്നെങ്കിൽ ഉൽപ്പന്നം വാങ്ങിച്ച സ്ഥലത്ത് തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ ഉൽപ്പന്ന ലേബലിൽ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഉൽപ്പന്നങ്ങൾ പ്രകൃതിക്കോ മനുഷ്യനോ ദോഷകരമാക്കുന്ന ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം. കൂടാതെ നമ്മളെല്ലാവരും നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു ഉപഭോക്താവായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതൊരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ ഓഫേഴ്സ് ലഭിക്കണം. അപ്പൊ എല്ലാ കമ്പനികളിൽ നിന്ന് എപ്പോഴും റെഗുലർ ആയിട്ട് നമുക്ക് ഓഫേഴ്സ് ലഭിക്കാറില്ല. പക്ഷെ മോദി കെയർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലാ മാസവും എപ്പോഴും റെഗുലർ ആയിട്ട് കിട്ടുന്ന ഓഫേഴ്സിലെ പല ഓഫേഴ്സുകളിൽ ഒന്ന് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം, ലോയൽറ്റി പ്രോഗ്രാം, റീപർച്ചേസ് പ്രോഗ്രാം, ദസ്കാദം, മന്ത്ലി ഓഫേഴ്സ്, സീസൺ ഓഫേഴ്സ്, അങ്ങനെയുള്ള മുതലായവയുള്ള കാര്യങ്ങൾ. കൂടാതെ ചെയ്യുന്ന ബിസിനസിന്റെ 75% തിരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് പ്ലാനിൽ കൂടെ തരുന്ന ഒരു സിസ്റ്റമാണ് മോദി കെയർ ഹാൻഡിൽ ചെയ്യുന്നത്. ആ തരുന്ന വരുമാനം ഏത് രൂപത്തിലാണെന്ന് സമീർ മോദി ആസാദി പ്ലാൻ 2.0 എന്ന പേരിലാണ്. അതോടൊപ്പം ഈ 75% നമുക്ക് ബോണസ് ആയിട്ട് തിരിച്ചു ലഭിക്കുമ്പോൾ, പേ ഔട്ട് ആയിട്ട് തിരിച്ചു ലഭിക്കുമ്പോൾ, വരുമാനമായിട്ട് തിരിച്ചു ലഭിക്കുമ്പോൾ അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോണസ് ആണ് ട്രാവൽ ബോണസ്. പല ആളുകളും പല കുടുംബങ്ങളും വിദേശത്ത് സ്വദേശത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കയ്യിലെ പൈസ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ യാത്ര വേണ്ടാന്ന് നോക്കുമ്പോൾ മോദി കെയർ നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടും ഒരുപാട് പേരിലേക്ക് ഈ ഉൽപ്പന്നം പരിചയപ്പെടുത്തിക്കൊണ്ടും ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ട്രാവൽ ബോണസ് കമ്പനി അനുവദിച്ചു വരുന്നു. കൂടാതെ എല്ലാവരുടെയും സ്വപ്നമാണ് അവരുടെ വീട്ടിലൊരു വാഹനം വേണമെന്നില്ല. ഇതും അതേപോലെ തന്നെയാണ്. കയ്യിലെ പൈസ കൊടുത്ത് വാഹനം വാങ്ങിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വപ്നം എപ്പോഴും ബാക്കിയാണ്. പക്ഷെ മോദി കെയറിൽ ജോയിൻ ചെയ്തു ഒരു 3 ലക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന ടൈറ്റിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്ടവാഹനം സൗജന്യമായിട്ട് വാങ്ങിക്കുവാൻ വേണ്ടി കമ്പനി തരുന്ന ഒരു ബോണസ് ആണ് വെഹിക്കിൾ ബോണസ്. അതുപോലെ തന്നെയാണ് നമ്മൾ പണ്ട് മുതലേ കേട്ടുവന്ന ഒരു കാര്യമാണ് പുരുഷായുസിൽ ഒരു വീട് എന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഒരുപക്ഷെ കയ്യിലെ പൈസ ഇല്ലാത്ത സമയത്ത് പല ആളുകളും ചിലപ്പം റെന്റൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന സാഹചര്യം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ബിസിനസ് ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് ഹോം ബോണസ് എന്നുള്ള കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് വീട്, ഇഷ്ടപ്പെട്ട വീട് സ്വന്തമാക്കാനോ വാങ്ങിക്കാനോ, വീട് ഫ്ലാറ്റ് ബില്ല് എന്ത് വാങ്ങിക്കാനും കമ്പനി നമുക്ക് ഹോം ബോണസ് ആയിട്ട് തരുന്നു. കൂടാതെ മോദി കെയർ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ 25,000 ഇൻകം നമുക്ക് ഏൺ ചെയ്യാം, 50,000 ഏൺ ചെയ്യാം, 1 lakh ഏൺ ചെയ്യാം. അപ്പോൾ 1 lakh എന്ന് പറയുന്നത്, 1 ലക്ഷം എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്ന ഒരു വരുമാനമാണ്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ. പക്ഷേ മോദി കെയറിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന ടൈറ്റിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കമ്പനി പറയുന്ന ആ ഡെപ്തും വിഡ്ത്തും ഒക്കെ ക്രിയേറ്റ് കഴിഞ്ഞാൽ ഒരു 1 lakh പോലെ ഒരു ഇൻകം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു മില്യണർ എന്ന് പറഞ്ഞ ക്ലബിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ 1 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ഒരു കാര്യം മറ്റുള്ളവർ കേൾക്കുമ്പോൾ തന്നെയാണ് നിങ്ങളോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ കൂടുന്നത്. അപ്പൊ മോദി കെയറിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു മില്യണർ ആവാം എന്നുള്ള ചുരുക്കം. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മോദി കെയറിന്റെ ഭാഗമാകുമ്പോൾ ഒരുപാട് കാര്യത്തിൽ, അത് അറിവിന്റെ കാര്യത്തിലും നേട്ടത്തിന്റെ കാര്യത്തിലും സമ്പാദ്യത്തിന്റെ കാര്യത്തിലും നമ്മുടെ അപ്പിയറൻസിന്റെ കാര്യത്തിലും വാഹനത്തിന്റെ കാര്യത്തിലും വീട്ടിന്റെ കാര്യത്തിലും പല മേഖലയിൽ കൂടെ നമ്മുടെ ലൈഫ് ടച്ച് ചെയ്ത് പല മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് ചേഞ്ച് ആണ്. അപ്പൊ മോദി കെയർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അടിപൊളി മാറ്റുന്ന ഒരു കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 28 വർഷം പൂർത്തീകരിച്ച് 21ാമത്തെ വർഷത്തിലേക്ക് മോദി കെയർ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെഗാ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ട് അടുത്ത റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻസിലാണ്. സോ ഓവർ ടു യു MC once again. ഓക്കെ സാർ, താങ്ക് യു ജെനി സാർ. നമ്മൾ ഇതുവരെ കേട്ടത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ പ്രോഗ്രാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കേട്ടു. അങ്ങനെയാണെങ്കിൽ അടുത്ത സെഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം മോദി കെയർ കമ്പനിയിൽ 13 ടൈറ്റിൽസ് ആണുള്ളത്. പടിപടിയായി ചവിട്ടി കയറേണ്ട 13 ടൈറ്റിൽസ് ആണ്. അതിൽ കൺസൾട്ടന്റ് തൊട്ട് നമുക്കറിയാം സീനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്ന റാങ്കിൽ ഒരുപാട് ആളുകൾ ഓരോ മാസവും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ടർ തൊട്ടുള്ള ടൈറ്റിൽസ് അത് ആരൊക്കെയാണ്, അതിനുശേഷം വരുന്ന ശ്രീലങ്ക ട്രിപ്പ് അച്ചീവേഴ്സ് ആരൊക്കെയാണ്, നമ്മൾ ഈ അങ്ങനെയാണെങ്കിൽ ആ ഒരു സെഷൻ അഗൈൻ വീണ്ടും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജിനി സാറിനെ തന്നെ വീണ്ടും ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ. താങ്ക് യു സിബി once again. സോ നമുക്ക് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷനിലേക്ക് കടക്കാം.
നമുക്ക് എല്ലാവർക്കും കൊതിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം എന്നുള്ളത്. ഒരു പക്ഷേ അംഗീകാരം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പല സ്ഥലത്തും കിട്ടാറില്ല. പക്ഷേ അംഗീകാരങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കുട്ടിക്കാലമായി. കാരണം കുട്ടിക്കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും യൂത്ത് ഫെസ്റ്റിവൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒക്കെയാണ് നമുക്ക് അവാർഡ്സ് ആയിട്ട് കിട്ടിയിരുന്നത്. ഒപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നല്ല മാർക്കൊക്കെ വാങ്ങിക്കുമ്പോഴും വീട്ടിൽ നിന്ന് ചിലപ്പോൾ പാരന്റ്സ് എന്തെങ്കിലും റിവാർഡ്സും റെക്കഗ്നേഷൻസും ഒക്കെ തരും. പക്ഷെ കുറച്ച് പ്രായം മുന്നോട്ട് പോകുന്നു, നമ്മളൊരു സ്വന്തം കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞ കൺസെപ്റ്റിലൊക്കെ മാറുന്ന സമയത്ത് നമ്മൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കാറില്ല. അംഗീകാരങ്ങൾ പക്ഷേ സ്ഥിരം നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ മോദി കേരളില് നിങ്ങൾ വലത് കാൽ വെച്ച് വരുന്ന ദിവസം മുതൽ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങൾ പോലും അവിടെ നിന്നും ആഘോഷിക്കപ്പെടാറുണ്ട്. അപ്പൊ ഈ ഒരു ആഘോഷം ഒരുപക്ഷെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടിയാണെങ്കിലും നിങ്ങളുടെ അപ്ലൈൻ ലീഡർഷിപ്പോ കമ്പനി എല്ലാവരും നിങ്ങളുടെ ഓഫ്ലൈൻ പല സ്റ്റേജസിൽ വെച്ച് വലിയ വലിയ അംഗീകാരങ്ങൾ പല പല നേട്ടങ്ങൾ നിങ്ങൾ ആദരിക്കാറുണ്ട്. അപ്പൊ ഈ അംഗീകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 13 ടൈറ്റിൽസ് ആണ് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും മോദിക്കറിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. ഈ 13 ടൈറ്റിൽസിന്റെ അകത്ത് കൺസൾട്ടന്റ് സീനിയർ കൺസൾട്ടന്റ് ഒക്കെ അത് നോർമൽ നമ്മൾ എല്ലാ രൂപത്തിൽ നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡയറക്ടർ എന്ന് പറയുന്ന ടൈറ്റിൽ മുതലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് വെബ്സൈറ്റിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാതിരിക്കുന്നതും കൂടെ ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്യുന്നു. മോദിക്കറിന്റെ വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളെ പുതിയ ഡയറക്ടർ ഓൺവേർഡ്സ് മേൽപോട്ടുള്ള ടൈറ്റിൽ അച്ചീവ് ചെയ്യുമ്പോൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് ഒരു ലാമിനേറ്റ് ഒക്കെ ചെയ്ത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമുക്ക് തന്നെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കും നമുക്ക് അടുത്ത ടൈറ്റിൽ നേടാൻ വേണ്ടിയിട്ട് സഹായമാവുന്നത്. അപ്പോ ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം 217 ഡയറക്ടേഴ്സ് ആണ് മോദി കേരളയിൽ കൂടെ ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ മുന്നിൽ എത്തുന്നത്. പക്ഷെ ഇവർ ആരെയും നമ്മൾ കാണുന്നില്ല, ആരുടെയും പേര് നമ്മൾ കാണിക്കുന്നില്ല. കാരണം 217 പേര് കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമായതുകൊണ്ട് എല്ലാ കഴിഞ്ഞ മാസം ഡയറക്ടേഴ്സിനെയും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സ്നേഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. സോ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓൾ ദി ഡയറക്ടേഴ്സ് ദോസ് ഹു അച്ചീവ്ഡ് ലാസ്റ്റ് മന്ത് ഒക്ടോബർ. എല്ലാ ഡയറക്ടേഴ്സിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അറിയാം, അടുത്ത ടൈറ്റിൽ സീനിയർ ഡയറക്ടറാണ്. ഈ ടൈറ്റിലിന്റെ പ്രത്യേകത നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോണസ്, ട്രാവൽ ബോണസ് ലഭിക്കുന്ന ഒരു ടൈറ്റിലാണ് സീനിയർ ഡയറക്ടർ. സോ കഴിഞ്ഞ മാസം സീനിയർ ഡയറക്ടർ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈ പേരും അറേഞ്ച് ചെയ്തേക്കുന്ന ആൽഫബറ്റിക്കൽ ഓർഡേഴ്സിലാണ്. അപ്പൊ ആരൊക്കെയാണ് കഴിഞ്ഞ മാസം സീനിയർ ഡയറക്ടർ നമുക്ക് നോക്കാം. ആദില ആർ, ബുഷറ സതീഷ്, ജിഷ സാബു, കവിത വേണു ഗോപാൽ, മുഹമ്മദ് കൂഴിയങ്കൽ, പ്രമോദ് എം, രാജഗോപാലൻ നായർ എൻ, റസിൽ പി, ശശി കെ, സയ്യിദ് മുഹമ്മദ് ഹാഷിർ പി, സിൻസി കെ ഐ. ഇത്രയും ആളുകളാണ് കഴിഞ്ഞ മാസം സീനിയർ ഡയറക്ടേഴ്സ് ആയിട്ട് ക്വാളിഫൈഡ്. എല്ലാ സീനിയർ ഡയറക്ടേഴ്സിനും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരിക്കൽ കൂടെ അഭിനന്ദനങ്ങൾ. അടുത്ത ടൈറ്റിൽ നമുക്കറിയാം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ്. 2 ഡയറക്ടറിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അല്ലെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പദവിയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ. സോ ആരൊക്കെയാണ് കഴിഞ്ഞ മാസം എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് നോക്കാം. ഇതും ഓൾഫബറ്റിക്കൽ ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അരുൺ പി വി, ബാബു ഇ, ബീന വി, ബിനേഷ് പി പി, ദീപ, ദീപ്തി ഇ പി, ധനം, ഗോപാലകൃഷ്ണൻ ടി, ജാസ്മിൻ ആർ. അത് സെയിം പേരായിരിക്കും. ഒരു പക്ഷേ മോദിക്കർ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ഡീറ്റെയിൽസ് ഡാറ്റാസ് കൊടുക്കുന്ന സമയത്ത് 2 പ്രാവശ്യം എൻ്റർ ചെയ്ത് പോയതായിരിക്കാം. അത് ഈ പേര് ഇങ്ങനെ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ജയമോൾ പി എം, നിജി, പ്രഭാവതി, റീഹാനത്ത്, റീസ എൻ, റീതു രാമചന്ദ്രൻ, രജിത ടി പി, റോസ വി ജെ, സുനിത പി ടി. ഇത്തരം ആളുകളാണ് നമ്മുടെ കഴിഞ്ഞ മാസത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഇനി ആരൊക്കെയാണ് അടുത്ത ടൈറ്റിൽ? നമ്മുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കുവാൻ വേണ്ടി 3 ഡയറക്ടേഴ്സിനെ 3 ലെഗിലായിട്ട് മിനിമം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും 4ാമത്തെ മാസം മിനിമം സീനിയർ ഡയറക്ടർ ക്വാളിഫൈഡ് ആയാൽ പോലും ലഭിക്കുന്ന ഒരു ബോണസ് ആണ് വെഹിക്കിൾ ബോണസ്. ഈ വെഹിക്കിൾ ബോണസ് ലഭിക്കുന്ന ഒരു ടൈറ്റിലാണ് സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. സോ ആരൊക്കെയാണ് കഴിഞ്ഞ മാസം സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് എന്ന് നോക്കാം. പി ജയ വിജയ, പ്രിൻസി, സൈനുദ്ദീൻ എ, സിജിൻ എം എസ്. ഇത്രയും പേരാണ് കഴിഞ്ഞ മാസത്തെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത്, കേരളത്തിൽ
270ഓളം പേരാണ് അവസാനത്തെ ഒരു 6-7 വർഷത്തിന്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ മോദി കേരള കൂടെ ഇഷ്ടവാഹനം സ്വന്തമാക്കിയ വ്യക്തികൾ. ഇനി ഫാസ്റ്റ് ചാർട്ട് പ്രോഗ്രാമിന്റെ ഒരു ലിസ്റ്റ്. ഫാസ്റ്റ് ചാർട്ട് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോദിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ് വളരെ വേഗത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കമ്പനിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഫാസ്റ്റ് ചാർട്ട് പ്രോഗ്രാം, 10% പ്രോഗ്രാം. അപ്പൊ ഇത് ജോയിൻ ചെയ്ത മാസമോ പിന്നീട് ഏതെങ്കിലും മാസമോ ക്വാളിഫൈഡ് ആകാം. ജോയിൻ ചെയ്ത മാസം ആണെങ്കിൽ പ്രത്യേകിച്ച് വേറെ നോക്കണ്ട, ഒരു കലണ്ടർ മന്ത് 240 GPV അല്ലെങ്കിൽ 6450 GPV ചെയ്യുമ്പോൾ ക്വാളിഫൈഡ് ആകുന്ന വ്യക്തി ഒരു ക്രൈറ്റീരിയ ആണ്. ജോയിൻ ചെയ്ത മാസം ക്വാളിഫൈഡ് ആവുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, ക്ലോസ് ചെയ്ത മാസം 10% എത്തിയില്ലെങ്കിൽ അവർ ഈ കറണ്ട് മന്ത് ആ പർട്ടിക്കുലർ മാസം ഒന്നുകിൽ 240 GPV അല്ലെങ്കിൽ 6450 GPV ചെയ്യുമ്പോൾ 7% നിൽക്കേണ്ടുന്ന വ്യക്തിയെ കമ്പനി 10% കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. 757 രൂപയുടെ സൗജന്യ 778 രൂപയുടെ സൗജന്യ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് കൂടിയാണ് ഈ ഫസ്റ്റ് ചാർട്ട് പ്രോഗ്രാം. ഒപ്പം 1100 രൂപയുടെ സൗജന്യ ഉൽപ്പന്നം റീപർച്ചേസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ലഭിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഏകദേശം ഒരു 13,000 രൂപ ഈ ഒരു ഫാസ്റ്റ് ചാർട്ട് 10% പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 6,000-7,000 രൂപ തിരിച്ചു ലഭിക്കുന്ന ഒരു കാര്യത്തിനാണ് ഫാസ്റ്റ് ചാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ മാസം 178 പേരാണ് FSP ഫാസ്റ്റ് ചാർട്ട് പ്രോഗ്രാമിന് ക്വാളിഫൈഡ് ആയ വ്യക്തി. നമുക്ക് ശരിക്കും ഫാസ്റ്റ് ചാർട്ട് ഒരു പ്ലസ് അല്ലെ FSP പ്ലസ് പ്രോഗ്രാം. അതെന്താണെന്ന് വെച്ചാൽ ഒരു മാസം നമ്മുടെ 3 ഫ്രണ്ട് ലൈൻസിനെ FSPയിൽ ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ആ അപ്ലൈൻ ആയിരിക്കുന്ന വ്യക്തികൾക്ക് 987,000 രൂപയുടെ പ്രൊഡക്ട്സ് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു FSP പ്ലസ് കൂടിയാണ്. അപ്പൊ 178 FSP ക്വാളിഫയേഴ്സിനും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അഭിനന്ദനം. നമുക്ക് നല്ലൊരു അപ്ലോസ് നമുക്ക് ഈ വ്യക്തികൾക്ക് കൊടുക്കാം. ഇനി നമുക്കറിയാം 100 PV ഒരു സിസ്റ്റമായിട്ട് 100 PV നമ്മളൊരു സിസ്റ്റമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. സോ 100 PV എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിസ്റ്റം മാത്രം. അപ്പോൾ ഏകദേശം ഒരു 6,000, 7,000, 8,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മോദിക്കാരന്റെ കൈവശം വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു PV ആണ് ശരിക്കും ഒരു 100 PV എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റമാണ്. അപ്പൊ കഴിഞ്ഞ മാസം കേരളത്തിൽ 2,261 100 PV ക്വാളിഫയേഴ്സ് ആണ്. സോ 100 PV ഇസ് എ ഡ്രൈവിംഗ് സിസ്റ്റം. അല്ല 100 PV സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം ഒരു 7,000 രൂപയുടെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 7,000 രൂപയുടെ പ്രൊഡക്ട്സ് ഒന്നും ആവശ്യമുണ്ടല്ലോ. ചിലപ്പോൾ 3,000 രൂപയോ 2,000, 4,000 ഒക്കെ ആയിരിക്കും. ബാക്കിയുള്ള പ്രൊഡക്ട്സ് കൊണ്ട് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് 100 PV നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ എല്ലാ 100 PV ക്വാളിഫയേഴ്സിനും കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു അപ്ലോസ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ശ്രീലങ്ക റെക്കഗ്നേഷൻ ആരംഭിക്കുകയാണ്. ശ്രീലങ്ക എന്ന് പറയുന്ന തൂഫാൻ എന്ന് പറഞ്ഞൊരു ഓഫറിന്റെ ഭാഗമായിട്ട് ഏപ്രിൽ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെയുള്ള ആ കാലയളവിൽ കമ്പനി തന്നേക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആക്ച്വലി എടുത്തു പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ സാധാരണ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഓഫറായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 100 പേരൊക്കെയാണ് ക്വാളിഫൈഡ് ആകുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് അതിന്റെ ഇരട്ടി എന്ന രൂപത്തിൽ 190 പേര് ഈ ശ്രീലങ്ക ട്രിപ്പിൽ ക്വാളിഫൈഡ് ആകുന്നത്. അപ്പൊ ഏകദേശം ആദ്യത്തെ 1, 2, 3 മാസത്തെ ക്വാളിഫിക്കേഷൻ നന്നായിട്ട് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറം കണ്ടപ്പോൾ നമ്മളെല്ലാമായി നമ്മുടെ ആരാധ്യപാത്രം നമ്മുടെയൊക്കെ എന്റെയൊക്കെ ഒരു ഗുരു, ഒരു മെന്റർ, നമ്മുടെ ഒരു ഈ വ്യക്തിയുടെ ഒരു ഫാനാണ് ഞാൻ ഇതും പറഞ്ഞത്. കാരണം വെച്ചാൽ ഇന്ന് ഇന്ത്യ മുഴുവൻ, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാമായ സമീർ കൃഷ്ണൻ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി. നമ്മുടെ സമീർ സർ, നമ്മുടെ സമീർജി. സോ ഈ വ്യക്തി ഓർക്കണം, ഓൾറെഡി ശ്രീലങ്ക ട്രിപ്പ് അനൗൺസ് ചെയ്തു. അത് നല്ല രൂപത്തിൽ ക്വാളിഫിക്കേഷൻ, അതായത് ക്വാളിഫയേഴ്സിന്റെ എണ്ണം കൂടുമ്പോഴാണ് ആ ഓഫറിന്റെ പുറത്ത് സാധാരണ എല്ലാ മുതലാളിമാരും എക്സ്ട്രാ കാര്യം ചെയ്യുക. പക്ഷെ ഈ ട്രിപ്പ് അനൗൺസ് ചെയ്തപ്പോൾ കമ്പനി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ക്വാളിഫയേഴ്സിന്റെ എണ്ണം ഓരോ മാസം കൂടുമ്പോഴും അതിന്റെ തൊട്ട് 2-3 മാസം മുന്നേ ഒരു കൊടേലിയ ട്രിപ്പ് അവസാനിപ്പിച്ചപ്പോൾ നല്ല ഫീഡ്ബാക്ക്, കൊടേലിയ ട്രിപ്പ് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത നല്ല കാര്യം മുതലാളിയുടെ ചെവിയിൽ എത്തിയപ്പോൾ ആ വ്യക്തി ചെയ്ത നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരാളും ചെയ്യാത്തൊരു കാര്യമാണ്. ശ്രീലങ്ക ട്രിപ്പിന്റെ കൂടെ അവിടെ എത്തുന്ന, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യത്ത് എത്താൻ കൊടേലിയ വഴി, ഷിപ്പ് വഴി എത്താമെന്നുള്ള ഒരു കാര്യം കൂടെ ഈ വ്യക്തി നമുക്ക് തന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ ഈ വ്യക്തിയോട് ഇഷ്ടവും ബഹുമാനവും സ്നേഹവും തോന്നാനുള്ള കാരണം. ഒന്നുകൂടെ ഞാൻ റീട്രേറ്റ്, ഒന്നുകൂടെ ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ ട്രിപ്പിൽ, ശ്രീലങ്ക ട്രിപ്പിൽ ആളുകൾ അത്രയും ക്വാളിഫൈഡ് ആവുന്നില്ലെങ്കിൽ മാത്രമേ എല്ലാ ആളുകളും ഒരു എക്സ്ട്രാ ഓഫർ കൂടെ തരുള്ളൂ. പക്ഷെ കമ്പനി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഇരട്ടി ആൾക്കാർ ക്വാളിഫൈഡ് ആകുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഒരു ആഗ്രഹമാണ് ആളുകൾ ഇനിയും കൂടുതൽ എൻജോയ് ചെയ്തോട്ടെ, ആ യാത്ര ഷിപ്പിൽ കൂടെ ആവട്ടെ എന്നുള്ളത്. സോ ഒന്നുമില്ല സമീർ സാർ, എന്താ പറയാ, നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ഉമ്മ കൊടുക്കും മാത്രമേ നമുക്ക് പറയാൻ.
നമുക്കൊക്കെ ഈ വ്യക്തിയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഒക്കെ പ്രാർത്ഥനയിൽ ആരുടെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതിൽ ഒരു വ്യക്തി കൂടിയാണ് ഈ വ്യക്തി. നമ്മുടെ ഈ വ്യക്തിയുടെ ആയുരാരോഗ്യത്തിനാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയാണ് ശ്രീലങ്ക ക്വാളിഫയേഴ്സ് നോക്കാം. 190 പേരാണ് ശ്രീലങ്ക കേരളത്തിൽ ക്വാളിഫൈഡ് ആയത്. 5000 സംതിങ് ആണ് റിജിൽ സാർ ഇന്ത്യയിലെ ഡാറ്റ പറഞ്ഞേക്കുന്നത്. ഇത് ഈ റെക്കഗ്നീഷന്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു, ശ്രീലങ്ക പേര് കാണിക്കുമ്പോൾ എങ്ങനെ നമ്മൾ കാണിക്കും എന്ന് ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് തോന്നിയ ഒരു ആശയമാണ്. ഇതൊരു ബോർഡിംഗ് പാസ് ആണ്. എന്താ ബോർഡിംഗ് പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് ആ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടും ശ്രീലങ്കയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡിംഗ് പാസ് പോലെയാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ ബോർഡിംഗ് പാസ് ആക്ച്വലി നിങ്ങൾക്ക് ലഭിക്കും ആ ട്രിപ്പിന്റെ സമയത്ത്. പക്ഷെ ഇതൊരു ഓൺലൈൻ ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു ബോർഡിംഗ് പാസ് കമ്പനി നിങ്ങൾക്ക് തരുന്ന ഒരു ഫീല് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ഇങ്ങനെ 190 പേര് 190 പേരുടെയും MCA നമ്പർ പേര് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പൊ ഞാൻ ഓരോരുത്തരുടെയും പേജ് മാറുന്ന സമയത്ത് ക്വാളിഫൈഡ് ആയ ആളുകളുടെ MCA നമ്പർ പേരും ഇവിടെ കാണാം. ഇത് ഒറ്റ ഒരു പേജ് അല്ല, 190 പേജിലും ഓരോരുത്തരുടെയും MCA നമ്പർ പേരും. ഓക്കെ, സോ big congratulations to Abdul Kader K, Abida, Abid PV, Ahmad Shibil M, Ajit Kumar, Ajita Kumari OK, Akhil M Pillai, Akshara PV, Ansi Devasya, Anil George, Anil Kumar M, Anthony KO, Arifa PT, Arun PV, Aisha CV, Babu E, Babu Rajan OT, Beena Sundaram, Beena V, Bindu V, Binoy VK, CK Lakshmi, C Madhu, Chitra Unikrishnan, Sicily, Deepa, Deepthi EP, Deepthi S, Devi C, Devi K, Dibi Shabu, Dilip PC, Dinesh K, Divya CP, EV Usha Kumari, Fatimat Habiba AK, Ganesh KV, ഈ വിളിക്കുന്നതൊക്കെ ഓൾഫബറ്റിക്കൽ ഓർഡർ ആണ് കേട്ടോ. ഗീത TK, ഗിരിജ മുറ്റത്ത്, ഗോപാലകൃഷ്ണൻ P, ജലീൽ P, ജംഷീന മുത്തുവാടൻ, ജസീല KP, ജാസ്മിൻ R, ജയമോൾ PM, ജയപ്രകാശൻ CP, ജീവ, ജെസി തങ്കം, ജിഷ KA, ജോഫി നിഷ, ജോൺസൺ VA, KM നസീർ, KP ഉഷ ദേവി, KR വേണുഗോപാലൻ, K റീന, K ഷർമിള, ഖദീജ ER, കത്രിക്കുട്ടി KM, ലിജു PP, ലീല VP, ലെമിൻ മൈക്കിൾ, ലിഷ പ്രകാശ്, ലിസി തോമസ്, മല്ലിക M, മനീഷ് K, മഞ്ജു SK, മായ, മെഫി, മിനി M, മിനി ഉദയ ചന്ദ്രൻ, മുഹമ്മദ് അലി, മുഹമ്മദ് നസീബ് ഖാൻ, നാസർ PP, നെൽസൺ KA, നിജി, നിമിഷ C, നുസ്രത്ത്, ഓമന രാജപ്പൻ, ഓമന കുഞ്ഞുട്ടി, P ആശാലത, P ജയവിജയ, PK ജവഹർ, PK സുനിൽകുമാർ, PN രാധാകൃഷ്ണൻ,
PV Govindan, PV Narayana Sharma, Padmaja P, Padmini Uttaman, Parvati K, Prabhavati, Prakash DL, Prashant PG, Prashantia CP, Prasida N, Prashop KK, Praveena C, Princey R. Sethukuti Amma, Radha PV, Rafiq K, Ragi Prakashan, Rajan C, Rajesh KT, Rajesh C. Madathil Parmil, Rajeshwari EA, Ranjini P, Rasina S, Rashida KT, Radish Padinyatai, Reena Prashant, Rajida TP, Ramadevi KP, Ramani T, Renuga Sai B, Reshmi Mol P, Rupesh PR, Sabida KV, Sainuddin A, Sajeev K, Saji Simon, Sajida, Salima Tarail, Salim Tangamma, Sali, Samsuddin N, Santosh V, Sharada, Sharat S, Sadi K, Savitri K, Simon CV, Shahana Shamila PK, Shahina Salam, Shaijan K, Shaji MT, Shamla A, Sharafuddin K, Shiba PC, Shija Davis, Shija Peter, Shimna Sainuddin, Shiny Tony, Shaila KK, Shailaja VV, നമ്മുടെ മാസ്റ്റർ ഓഫ് സെറമണി സിബി ജോസഫ് വി, സിജിൻ MS, സിന്ധു സുരേന്ദ്രൻ, സിയാഹുൽ റഹ്മാൻ തേങ്ങിലാൻ, സ്മിത വി, സ്നേഹ KS, സോജൻ KT, ശ്രീദേവി MV, ശ്രീജ L, ശ്രീകല ദേവി S, ശ്രീകല KV, ശ്രീകുമാർ MV, ശ്രീലത KS, ശ്രുതി KP, സുധ രവീന്ദ്രൻ N, സുഹറ ബഷീർ, സുഹറ, സുജാത MN, സുജിത AV, സുലോചന KC, സുനീഷ് EP, സുനിൽ ജോർജ്, സുനിഷ PT, സുനിത വിനോദ്, സുരേഷ് കുമാർ AK, സുശീല MT, ശ്യാം പ്രസാദ് B, ശ്യാമ L, തദേവസ് TC, തസ്നീം J, റീസ KP, ഉമ്മു സൽമ P, ഉണ്ണികൃഷ്ണൻ നായർ KB, ഉഷ ഇബി, ഉഷ ജോസ്, വത്സല P, വിജീഷ് കുമാർ UM, വിജിത R, വിജു E ജോൺ, വിനോദ് A, യശോദ പുത്തലം കുന്നത്ത്, സുഹറ ബാനു. സോ ഇത്രയും ആളുകളാണ് ശ്രീലങ്കയിലേക്ക് മറക്കാൻ വേണ്ടി 190 പേരാണ്. സോ ഈ 190 പേരോടും റിജിൽ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും ഷിപ്പിന്റെ മേളിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് ആരൊക്കെയാണോ നിങ്ങളെ മോദി കെയറിലേക്ക് എതിർക്കുന്നത്, ആരൊക്കെയാണ് നിങ്ങളെ കൊണ്ട് മോദി കെയർ നേടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞു. സോ ഇതൊരു മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് ആണ്. കാരണം നമ്മൾ പണ്ടുപോലെ പറയും ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ശ്രീലങ്ക ട്രിപ്പിൽ നമ്മൾ കൊടയേലിയ വഴി യാത്ര ചെയ്യുമ്പോൾ വലിയ നേട്ടമാണ്. സോ ഇതിന്റെ പുറകെ സ്മാർട്ട് വർക്കാണ്, ഞാൻ ഹാർഡ് വർക്ക് ഒന്നും പറയുന്നില്ല, നല്ലൊരു സ്മാർട്ട് വർക്കാണ്. പ്ലാൻ ചെയ്തു 555 പേരൊക്കെ ആയിരുന്നു ആദ്യത്തെ മാസം റേസിൽ ഉണ്ടായത്. അതിൽ ചുരുങ്ങി വന്ന് 190 പേര് ക്വാളിഫൈഡ് ആയി. സോ അത് വലിയൊരു നേട്ടമാണ്.
അപ്പൊ അത് ഒരു ട്രിപ്പിൽ നിങ്ങൾ പങ്കെടുത്താൽ മാത്രമേ മോദി കെയറിന്റെ ആ ബ്രാൻഡ് വാല്യൂവിന്റെ ആ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എങ്ങനെയാണ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത്. സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ. ആർക്കെങ്കിലും ഞാൻ ഈ കാണിച്ചതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പുമായിട്ട് എന്നോട് ബന്ധപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്റ്റാറ്റസ് വെക്കാം, കുടുംബക്കാർക്ക് ഇപ്പോഴേ അയച്ചു കൊടുക്കാം. ഞാൻ ഷിപ്പിലേക്ക് പോവാണ്, ശ്രീലങ്കയിലേക്ക് പോവാണ്. അപ്പൊ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഓരോരുത്തരുടെയും സ്ക്രീൻഷോട്ട് ഉള്ളത് ഞാൻ വാട്സപ്പ് വഴി അയച്ചു. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ. ഓവർ ടു യു മാസ്റ്റർ ഓഫ് സെറമണി മിസ്റ്റർ സിബി ജോസഫ്. ഓക്കെ, താങ്ക് യു സാർ. ക്ഷമയോടെ കാത്തിരുന്ന എല്ലാവർക്കും ഒന്നുകൂടി ഒരു അഭിനന്ദനം നൽകുകയാണ്. കാരണം 190 പേരുടെയും പേര് സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് അത് സെപ്പറേറ്റ് സ്ലൈഡുകളാക്കി വളരെ ക്ഷമയോടെ നമുക്ക് വേണ്ടി ഈ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ ജിനീഷ് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം അതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഡിസൈൻ ചെയ്ത് നമുക്ക് തന്നു. മനോഹരമായ പോസ്റ്ററാണ്. അത് പറഞ്ഞതുപോലെ ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് നമുക്കത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അഗെയിൻ ജിനീഷ് സാറിന് വീണ്ടും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അടുത്ത സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു സെഷനാണ്. കാരണം നമുക്ക് ഇന്നൊരു ഗസ്റ്റ് സ്പീക്കർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഒരു വിമൻ ഓണ്ടർപ്രണർ ആണ് നമുക്ക് വേണ്ടി ഇന്ന് വന്നിരിക്കുന്നത്. ആരാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് ആ മാഡം എങ്ങനെയാണ് ഈ ബിസിനസ്സിൽ വന്നത്, ആ മാഡത്തിന്റെ ഹിസ്റ്ററി, ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഒന്ന് ജസ്റ്റ് പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി നിങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫാമിലിയിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഏകദേശം എനിക്ക് തോന്നുന്നു 4 സഹോദരി സഹോദരന്മാരുള്ള ചെയ്യുന്നു. സാധാരണ നമുക്ക് സംഭവിക്കാറുള്ള ഒരു കാര്യം, നമ്മുടെ ഫാമിലി സർക്കിളിലെ ആളുകൾ എല്ലാവരും നമുക്ക് പ്രോത്സാഹനം നൽകാറില്ല. നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തലാണ് പതിവ്. പക്ഷെ ഈ ഒരു ജ്യേഷ്ഠ സഹോദരൻ ആ ഒരു കുടുംബത്തിൽ വരുന്നു, മോദി കെയർ ബിസിനസ്സിലേക്ക് വരുന്നു. തൻ്റെ ടീമിലേക്ക് ഒരു സഹോദരനെയും സഹോദരിയും, പിന്നീട് കാലങ്ങൾക്ക് ശേഷം മറ്റൊരു സഹോദരിയും ആ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. രസകരമായ സംഭവം, നിരന്തരമായ പ്രോഗ്രാമുകളുടെയും ട്രെയിനിങ്ങുകളുടെയൊക്കെയും യാദൃശ്ചികത, പ്രൊഡക്റ്റുകളുടെ ബ്യൂട്ടി, ചിലപ്പോൾ അൺസർട്ടനിറ്റി എന്നൊക്കെ പറയുന്ന പോലെ യാദൃശ്ചികമായിട്ടാണ് പല ആളുകളും മോദി കെയർ ബിസിനസ്സിൽ വളർന്നു വരുന്നത്. ഒരുപക്ഷെ ഈ ജ്യേഷ്ഠൻ പോലും വിചാരിച്ച് കാണില്ല എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ സഹോദരനും സഹോദരിയും ഈ ലെവലിലേക്ക് വളരാൻ സാധിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റോറി എല്ലാം പറയാൻ നമുക്ക് സമയമില്ല, അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരാം. ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ജ്യേഷ്ഠനും ഈ സഹോദരനും സഹോദരിയും മോദി കെയർ ഫാമിലിയിലെ മില്യണയർ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. എന്ന് വെച്ചാൽ മാസം 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ക്ലബ് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലെ അംഗമാണ്. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഈ 3 പേരും മോദി കെയർ കാർ ഫണ്ട് ഉപയോഗിച്ച് കാർ വാങ്ങിച്ച്, ലക്ഷറീസ് ആയിട്ടുള്ള കാർ വാങ്ങിച്ച് ആ കാറിലൂടെയാണ് ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എക്സൈറ്റഡ് ആയില്ലേ നിങ്ങൾ? സൂപ്പർ സ്റ്റോറി അല്ലേ? മാത്രമല്ല അതിനുശേഷം വീണ്ടും അടുത്ത സഹോദരി കൂടി ഇപ്പോൾ ബിസിനസ്സിൽ ഉണ്ടെന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് വളരെ അതിശയിപ്പിക്കും. ഒരു വീട്ടിൽ തന്നെ 3 ലാഖ്പതീസ് വരിക, എന്ത് അതിശയമാണല്ലേ? മാത്രമല്ല ഈ മാഡത്തിന്റെ ഒരു പ്രത്യേകത, വളരെ വർക്കഹോളിക്കാണ്. പാലക്കാടിന്റെ ഗ്രാമപ്രദേശങ്ങളിലും തൃശ്ശൂരിന്റെ മറ്റു ഭാഗങ്ങളിലും എല്ലാം ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആ മാഡത്തിന്റെ സ്ലൈഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു. വളരെ റെസ്പെക്റ്റോടുകൂടി ഞാൻ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യുന്നു ശ്രീമതി ബിന്ദു വി മാഡം, ഡയമണ്ട് ഡയറക്ടർ. വെൽക്കം ടു ദ സ്റ്റേജ്. ബിന്ദു മാഡം. ഓക്കെ, വെൽക്കം. യെസ്, ഗുഡ് മോർണിംഗ് ടീം. അപ്പൊ എന്തായാലും ഗുഡ് മോർണിംഗ്. ഓക്കെ, താങ്ക് യു ടീം. എന്തായാലും സിബി സാറിന് ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് കൊടുക്കണം. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ MC സൂപ്പർബായിട്ട് കൊണ്ട് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ മോദി കെയറിന്റെ എൻ്റെ സ്റ്റാഫ്, അത് മാനേജ്മെന്റ് സ്റ്റാഫ്, റിജിൽ സർ, ഒപ്പം ജിനീസ്, നോമേഴ്സ്, എല്ലാവർക്കും ഒരുപാട് നന്ദി അവസരത്തിൽ പറയാണ്. ഒപ്പം ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി വളരെ ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്ത്, ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്ത ജോലി സർ, എസ്പെഷ്യൽ അപ്ലോസ് സാറിനും പറയാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ, എന്റെ പേര് ബിന്ദു ശ്രീകുമാർ, വീട് തൃശ്ശൂരാണ്. മോദി കെയർ അസോസിയേറ്റ് 4 വർഷമായിട്ടുണ്ട്. മോദി കെയറിന്റെ ഡയമണ്ട് ഡയറക്ടർ ആണ്, ഒപ്പം മില്യണയർ ക്ലബ് മെമ്പർ ആണ്, ഒരു കാർ അച്ചീവർ ആണ്. അതിനെക്കാട്ടിലും ഉപരി വളരെ സന്തോഷമുണ്ട് സാർ പറഞ്ഞതുപോലെ തന്നെ മോദി കെയർ എൻറ്റയർലി ഒരു
ഫാമിലി ബിസിനസ് ആണെന്ന് ഇന്ത്യ മുഴുവൻ പ്രൂവ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഫാമിലിക്ക് സാധിച്ചു. എന്റെ ബിഗ് ബ്രദർ ബാബുരാജ് സാറിന് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ പറയാണ്. സത്യം പറഞ്ഞ സാർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും മോദി കെയറിന് ഈ ഓപ്പർച്യൂണിറ്റി ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരില്ല. അത് സാറ് ഞങ്ങൾ ഏകദേശം 7 സഹോദരങ്ങളുണ്ട് ഞങ്ങള്, 4 അല്ല. എന്തായാലും മോദി കെയറിൽ ഇനി ഒരുപാട് അച്ചീവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4ാമത്തെ കാർ അച്ചീവർ വരും, ഒരു മില്യണർ അടുത്ത അപ്പോഴേക്കും വീണ്ടും വരും. ഇപ്പൊ ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ വന്നിട്ട് മിനിമം ഒരു 10 കാറെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇത് സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോദി കെയർ, കേരള മോദി കെയറിലല്ല ഇന്ത്യൻ മോദി കെയറിലൊക്കെ ഇത് സാധിക്കും. അപ്പൊ എന്റെ ഒരു ടെസ്റ്റിമോണി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയാം. ഏകദേശം 20 വർഷമായിട്ട് അക്കൗണ്ടന്റ് ആയിട്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഭയങ്കര സങ്കടത്തോട് പറയാണ്, 20 വർഷം ജോലി ചെയ്ത് എനിക്ക് 25,000 രൂപ തികച്ചു വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ ലാസ്റ്റ് സാലറി എന്ന് പറഞ്ഞാൽ 23,400 രൂപയാണ് ഞാൻ ESI PF ഒക്കെ കഴിഞ്ഞ് എന്റെ കയ്യിൽ കിട്ടിയ ലാസ്റ്റ് സാലറി. ശരിക്കും നിങ്ങൾ ഇന്ന് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. 20 വർഷം ജോലി ചെയ്ത എനിക്ക് 25,000 രൂപ തികച്ച് മോദിക്ക് ബിസിനസ്സിലൂടെ നേടാൻ സാധിച്ചില്ല. കൊറോണ സമയത്താണ് ഞാൻ മോദിക്ക് ബിസിനസ്സിലേക്ക് വന്നത്. അതിക്ക് മുന്നേ 1.5 വർഷം ഞാൻ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിരുന്നു. എന്റെ ബ്രദർ പറയുന്ന സമയത്ത് നിങ്ങളെ പോലെ തന്നെ ഇത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല, 2 ആളോട് ഞാൻ സംസാരിക്കില്ല, 4 ആളെ കണ്ട കൈയും കാലും വിറയ്ക്കും, ഒട്ടും ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത സാധാരണ ഒരു വീട്ടമ്മയായി എനിക്ക് മോദിക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ബ്രദറിന്റെ അടുത്ത് പറയോ, എന്നെ വിട്ടേക്കപ്പ, ഞാൻ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉപയോഗിക്കാം, ബിസിനസ്സിലേക്ക് ഞാൻ ഇല്ല എന്ന് പറയും എപ്പോഴും പറയുന്ന സമയത്തൊക്കെ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൊറോണ വന്നു. ഹസ്ബൻഡ് ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. 25 വർഷമായിട്ട് അദ്ദേഹം ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്. കൊറോണ ഏറ്റവും അധികം ബാധിച്ചത് ഹോട്ടൽ ഇൻഡസ്ട്രീനെയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിക്ക് ഒരു ചെറിയ തടസ്സം നേരിട്ടു. എന്റെ മൂത്ത മോനാണെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരു മൂത്ത മോനാണ് എനിക്കുള്ളത്. 21 വയസ്സായിട്ടുണ്ട് അവന്. അപ്പൊ അവന് സ്പെഷ്യൽ സ്കൂൾ അടച്ചു, അവൻ വീട്ടിലായി. എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാത്ത വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമായിട്ട് അനുഭവിച്ച് കൊറോണ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ 10 രൂപയ്ക്ക് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു 1.5 വർഷത്തോളാണ് ഹസ്ബൻഡിന് ജോലി ഇല്ലാതിരുന്നത്. എനിക്കും മോന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. വളരെയധികം സാമ്പത്തികമായിട്ട് പ്രതിസന്ധി വന്ന സമയത്ത് ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ ബാബുരാജ് സാറിനെ വിളിക്കാൻ, സാർ എനിക്ക് മോദി കെയർ ചെയ്യണ ഒരു രക്ഷയില്ല. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്താന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം. ഞാൻ 2 ആളോട് സംസാരിക്കാത്ത എനിക്ക് മോദി കെയർ ഒന്നും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, നീ 3 മാസം റെഗുലർ ആയിട്ട് ട്രെയിനിങ്ങുകൾ, പ്രോഗ്രാമുകൾ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം, ഇല്ലാണ്ട് നിനക്കത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇത് തന്നെയാണ് നിങ്ങളോടൊക്കെ പറയാൻ. നിങ്ങൾക്ക് ഒരു കഴിവ് വേണ്ട, സ്കില്ല് വേണ്ട, ക്വാളിറ്റി വേണ്ട, എഡ്യൂക്കേഷൻ വേണ്ട. പക്ഷെ റെഗുലർ ആയിട്ട് നിങ്ങൾ ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും സെമിനാറുകളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100% ടച്ചോട് ഞാൻ പറയാം, നിങ്ങൾക്കും നാളെ മോദിക്കുള്ള തിളങ്ങുന്ന സ്റ്റാർ ആയിട്ട് മാറാം. കാരണം ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. വീട്ടിനകത്ത് ചോറും കറിയും വെച്ചിരുന്ന സാധാരണ വീട്ടമ്മയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നത്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ എനിക്കൊന്നും ഒരു പേടിയില്ല. ആരുടെ മുന്നിലും സംസാരിക്കുന്ന രീതിയിൽ എന്നെ വളർത്തി വലുതാക്കിയ എന്റെ മോദി കെയർ കമ്പനിക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. സമീർ മോദി സാറിന് ഒരുപാട് നന്ദി. കാരണം ഞങ്ങളെ പോലെ വീടിന്റെ അകത്ത് ഒതുങ്ങി കഴിഞ്ഞ വീട്ടമ്മമാർക്ക് ഇന്ന് വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ നേടിയെടുക്കാനും, ഒപ്പം എന്നെ പോലെയുള്ള സർവ്വസാധാരണക്കാരെ വീട്ടമ്മമാർക്ക് അവരുടെ സ്വപ്നങ്ങളൊക്കെ വളരെ നിഷ്പ്രയാസം നേടിക്കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സമീർ മോദി സാറിന് ഒരുപാട് നന്ദി പറയാണ്. അധികം ഞാൻ പറയുന്നില്ല. ഇനി എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് 1 മില്യണർ ആയിട്ടുണ്ട്, ക്ലാർ അച്ചീവർ ആണ്. ഒപ്പം ഇന്ന് ടീമിൽ 1 ലക്ഷം രൂപയ്ക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന ലീഡറെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ 1 ലക്ഷം രൂപ വാങ്ങിക്കുന്നതിന് മുന്നേ എന്റെ കൂടെ വന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാൻ മോദിക്ക് ബിസിനസ്സിലൂടെ സാധിച്ചു. ഇന്ന് 75,000, 50,000, 40,000 ഇതിനകം തുടങ്ങി 100 രൂപയ്ക്ക് മുതൽ വരുമാനം മേടിക്കുന്ന നിരവധി വീട്ടമ്മമാരെ ക്രിയേറ്റ് ചെയ്യാനും 10 ലക്ഷത്തിന്റെ കാറ് എന്റെ സഹോദരിക്ക് വാങ്ങിച്ചു കൊടുക്കാനും മോദിക്ക് ബിസിനസ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു 100 ഷീ മില്യണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ഒരു 100 പേർക്ക്, അതായത് സ്ത്രീകൾക്ക് കാറിന്റെ ചാവി കൊടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും വലിയ സ്വപ്നമാണ്. തൃശ്ശൂര് നമ്മുടെ വടക്കുന്നാഥന്റെ മുന്നിൽ കുടമാറ്റം നടത്തുന്ന സ്ഥലത്ത് ബിന്ദു ശ്രീകുമാർ എന്ന് പറയുന്ന ടീം നയിക്കുന്ന ഒരു വലിയ കാറിന്റെ കുടമാറ്റം ഞങ്ങൾ നടത്തും. അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. വിവിധ വർണ്ണങ്ങളുള്ള, എന്താ പറയുക, ശരിക്കും അതിന്റെ തീവ്രമായിട്ടുള്ള സ്വപ്നമാണ്. വിവിധ വർണ്ണങ്ങളുള്ള കാറുകൾ കൊണ്ട് വടക്കുനാഥന്റെ തെക്കേ ഗോപുര നടയിൽ ഞങ്ങളുടെ കാറിന്റെ വലിയൊരു കുടമാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ ആ ഒരു അച്ചീവ്മെന്റ് മീറ്റിലേക്ക് നിങ്ങൾ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഇതുപോലെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവണം. ഞാൻ പറയാം, മോദി കെയർ ആർക്കാണ് ചെയ്യാൻ സാധിക്കും? മോദി കെയർ ചെയ്യാൻ ഒറ്റ ക്വാളിറ്റി വേണ്ടു, സ്വപ്നം കാണാനുള്ള മനസ്സും ആ സ്വപ്നം നേടിയെടുക്കാൻ ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ ആർക്കും മോദി കെയറിലൂടെ വലിയ വിജയങ്ങൾ നേടാനായിട്ട് സാധിക്കും. സ്വപ്നങ്ങളുടെ വലിപ്പം എത്ര കൂടുന്നോ അതാണ് നിങ്ങളുടെ മോദി കെയറിലെ വിജയം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഒപ്പം എന്റെ അപ്ലൈൻ ലീഡേഴ്സ് ജിഷ സർ, ദിനേശ് സാറിനോട് ഒരുപാട് നന്ദി. കാരണം അവരുടെ ട്രെയിനിങ്ങുകൾ, പ്രോഗ്രാമുകൾ തന്നെയാണ് എന്നെ ഈ രീതിയിലേക്ക് വളർത്തി വരുത്തിയത്. പ്ലസ് നമ്മുടെ കമ്പനി നൽകുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ്, ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഇതുപോലെ ടെസ്റ്റിമോണി പറയാൻ സാധിക്കും. സോ ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു. ജയ് മോദി കെയർ. വാവ്, താങ്ക് യു മാഡം. വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു സെഷൻ ഷോർട്ട് ടൈമില്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു അക്കൗണ്ടന്റിൽ നിന്ന് ഒരു മില്യണയർ ആയിട്ട് മാറുക. ലൈഫിലെ
വേറൊരു സ്റ്റേജിലേക്ക് മാറ്റിയെടുക്കുക, നമ്പർ 1. നമ്പർ 2, ആ സമയത്ത് ഒരു പേഴ്സണാലിറ്റി ആയിട്ട്, വേറൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക എന്ന് പറയുന്നത് മോദി കെയർ ബിസിനസ് നൽകുന്ന വലിയൊരു ബോണസാണ്. അത് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. ഒരു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ഓണറിലേക്ക് മാറുമ്പോൾ വേണ്ട ക്വാളിറ്റി എല്ലാം ആദ്യത്തെ 3 മാസത്തെ ട്രെയിനിങ്ങിലെ ഒരു സീഡ് പോലെ, ഒരു വിത്ത് പോലെ മാഡത്തിന് കിട്ടിയിരുന്നെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിയർ വിമൻ ഓണ്ടർപ്രണേഴ്സ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു എനർജറ്റിക് ലേഡി ആയിട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ മോദി കെയർ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് നൽകും. അപ്പൊ ബിന്ദു മാഡത്തിന് ആ അമ്പലനടയിൽ ഇത്രയും കാറുകൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു വേദിയിലേക്ക് എത്രയും പെട്ടെന്ന് വരാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും അടുത്ത പടവുകളൊക്കെ ചവിട്ടി കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും കാറ് ലഭിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ഗസ്റ്റുകളോട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. ശ്രീലങ്കയിലേക്ക് 190 പേരാണ് ക്വാളിഫൈഡ് ആയതെങ്കിലും അതിന്റെ തൊട്ട് മുമ്പത്തെ മാസവും അതിന്റെ തൊട്ട് മുമ്പത്തെ മാസമൊക്കെ ഈ ടൂർ മിസ്സായി പോയ ചില ആളുകൾ ചിലപ്പോൾ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടാവും. അവർക്ക് സങ്കടം ഉണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോടുകൂടി പറയുകയാണ്, നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ട. വീണ്ടും കമ്പനി അടുത്ത ടൂറുകൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനു മുമ്പ് എനിക്കും തായ്ലൻഡ് പോകാനായിട്ട് സാധിച്ചില്ല, കോഡേലിയ ഷിപ്പ് പോകാൻ സാധിച്ചില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ശ്രീലങ്ക ട്രിപ്പിലേക്ക് പോകാനും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാസ്പോർട്ട് കൈകൊണ്ട് തൊടാനും എന്നെ സഹായിച്ചത് ഈ മോദി കെയർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ വരാനായിട്ട് എനിക്ക് നിമിത്തമായി തീരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതിൽ ഫസ്റ്റ് ആയിട്ട് ജിനി സാറിന് പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഒരു ഓൾ കേരള നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് MC ആയിട്ട് എന്നെ ക്ഷണിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. പല പ്രോഗ്രാമുകൾ പറയുമ്പോഴും എക്സ്ക്യൂസ് പറയുമെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ജിനി സാറിനോട് ഞാൻ അപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അതുപോലെ ജോളി സാറിന് ഓക്കെ പറഞ്ഞു. കാരണം ഇതൊരു വലിയ അവസരമാണ്. ബിന്ദു മാഡം സംസാരിക്കുന്നത് പോലെ നാളെ നിങ്ങൾ എല്ലാവരും, ലേഡീസ് എല്ലാവരും സംസാരിച്ച് മുന്നോട്ട് കയറി വരണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പൊ ജിനി സാറിന് താങ്ക്സ് പറയുന്നു. ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് അല്പസമയം സ്പെൻഡ് ചെയ്ത റിജിൽ സാറിന് നന്ദി പറയുന്നു. പ്രൊഡക്റ്റിന്റെ സെഷൻ എടുത്ത ജോമേഷ് സാറിന് നന്ദി പറയുന്നു. പ്രസന്റേഷൻ എടുത്ത ജോളി സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റ് നേരിട്ടും അല്ലാതെയും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, മോദി കെയർ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് സെറ്റിൽമെന്റ് ആണ്. മണി എന്ന് പറയുന്നത്, ക്യാഷ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് പ്രോബ്ലമാണ്. വാറൻ ബഫറ്റിന്റെ കോട്ട് പറയുന്നത് പോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ജോലി മാറിയത് ഇനിഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ബിസിനസ് സിസ്റ്റം നടത്തിക്കൊണ്ട് പോവുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പക്ഷേ ഫൈനലി ഇന്ന് ആ മാഡം ഇരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ മാഡത്തിന് എനർജി എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ കുറച്ചു കാലം നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുക, സ്കില്ല് ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റിവെക്കുക. നിങ്ങളുടെ അപ്ലയൻസ് പറയുന്ന 5 വർഷവും 10 വർഷവും 20 വർഷവും 28 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് നമ്മുടെ മോദി കെയർ കമ്പനിയിലുണ്ട്, കേരള മോദി കെയറിലുണ്ട്. അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. അവർ പറയുന്ന സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക. കമ്പനി കൊണ്ടുവരുന്ന ട്രിപ്പുകൾ, ഓഫറുകൾ എല്ലാം തന്നെ പ്രൊമോട്ട് ചെയ്യുക. ഈ കഴിഞ്ഞ മാസങ്ങളിൽ കമ്പനി കൊണ്ടുവന്ന ഒരുപാട് ഓഫറുകളുണ്ട്. ബാഗിന്റെ ഓഫർ ആയിക്കോട്ടെ, മറ്റു പല ഓഫർ, ഇങ്ങനെയുള്ള ഓഫറുകൾ പ്രൊമോട്ട് ചെയ്യുക. മൈ ഡിയർ ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മോദി കെയർ ബിസിനസ്സിൽ ടോപ്പ് എത്താനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫൈനൽ സെറ്റിൽമെന്റ് ആണ്. സ്വപ്നങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന, ലൈഫിൽ ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരു മൈൻഡുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞു. തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ സാധിക്കും. ഞാൻ ഇന്ന സ്ഥലത്ത് എത്തും, അവിടെയാണ് എനിക്ക് എത്തേണ്ടത്. അതിനുവേണ്ടി 100 കസ്റ്റമറെ കാണാൻ, 200 കസ്റ്റമറെ കാണാൻ, 300 കസ്റ്റമറെ കാണാൻ ഞാൻ ഇപ്പോഴേ റെഡിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു. സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മാത്രമല്ല ഒരു കാര്യം കൂടി അറിയിക്കുന്നു, എല്ലാ മാസവും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഉണ്ടാകുമെന്ന് നമ്മുടെ മാനേജ്മെന്റ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ജിനേഷ് സാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിന് വേണ്ടി സാർ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അത് ഓർമ്മിപ്പിച്ച് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട കൺസൾട്ടൻസ്, പ്രിയപ്പെട്ട ലീഡേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഓരോ വേദികൾ, ഇതുപോലുള്ള വേദികളിലും കമ്പനിയുടെ ഓഫ്ലൈൻ മീറ്റുകളിലൊക്കെ കണ്ടുമുട്ടാം. അടുത്ത മാസത്തെ പ്രോഗ്രാമിൽ വരുമ്പോൾ ഈ പ്രോഗ്രാമിൽ നിൽക്കുന്ന ഓരോ ഗസ്റ്റും നിങ്ങളുടെ പേരുകൾ ഇവിടെ ആ സർട്ടിഫിക്കറ്റ്സിൽ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പുതിയ ട്രിപ്പുകൾ ഇനിയും വരും. ഓരോ കാർ അച്ചീവേഴ്സും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഓരോ ടൈറ്റിൽസ് വീണ്ടും നേടിക്കൊണ്ടിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് മോദി കെയർ. താങ്ക് യു.